ഹായ് എവ്രി വൺ, എല്ലാവർക്കും ഫൈൻഡിങ് ഫാക്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ HSA ഫിസിക്കൽ സയൻസിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഖരപദാർത്ഥങ്ങളുടെ ബലതന്ത്ര സവിശേഷതകൾ എന്ന ടോപ്പിക് ആയിരുന്നു. ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ദ്രവങ്ങളുടെ ബലതന്ത്ര സവിശേഷതകൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇത് നമ്മൾ NCERT ബേസ്ഡ് ആയിട്ടാണ് നോക്കുന്നത്. കാരണം ഇതൊരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. ഇതിലെ ഏകദേശം എല്ലാ ടോപ്പിക്കുകളും നമുക്ക് വളരെ പ്രധാനപ്പെട്ടവയാണ്. അതുകൊണ്ട് നമുക്ക് നേരിട്ട് ഡയറക്റ്റ് ടെക്സ്റ്റ് കൂടെ തന്നെ പോവാം എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ദ്രവങ്ങളുടെ ബലതന്ത്ര സവിശേഷതകൾ. ഇതിൽ ദ്രവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ള ഒരു സംഗതി ഉണ്ട്. അതായത് ഒഴുകാൻ സാധിക്കുന്നവയാണ് പൊതുവെ ദ്രവങ്ങൾ എന്ന് പറയുന്നത്. ദ്രാവകങ്ങൾക്കും വാതകങ്ങൾക്കും ആ ഒരു കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെ ഒഴുകാൻ സാധിക്കുന്ന സംഗതികളാണ് ദ്രവങ്ങൾ എന്ന് പറയുന്നത്. അതാണ് ആദ്യം നമുക്ക് പഠിക്കാനുള്ളത്. ഈ ദ്രവങ്ങൾ എവിടെയൊക്കെയാണ് ഉള്ളത് അതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് ഇതിൽ ആദ്യം പഠിക്കാനുള്ള ഒരു കോൺസെപ്റ്റ് മർദ്ദമാണ്. എന്താണ് മർദ്ദം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ 2 എക്സാമ്പിൾസ് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു സൂചി നമ്മുടെ തൊലിയിൽ അമർത്തിയാൽ അത് തൊലിയിൽ തുളച്ച് കയറും. പക്ഷെ ഒരു സമ്പർക്ക പരപ്പളവ് കൂടുതലുള്ള കുറച്ചുകൂടെ വലിയ സ്പൂണ് പോലെയുള്ള സംഗതികൾ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ തൊലിയിൽ അത് തുളച്ച് കയറുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സൂചിയുടെ കേസിൽ ആ ഫോഴ്സ് അനുഭവപ്പെടുന്നത് ഒരു കുറഞ്ഞ ഏരിയയിലാണ് അല്ലെ. പക്ഷേ സ്പൂണിന്റെ കേസിൽ ഏരിയ കുറച്ചുകൂടെ പരപ്പളവ് കുറച്ചുകൂടെ കൂടുന്നുണ്ട്. ആ ബലം അനുഭവപ്പെടുന്ന പരപ്പളവ് കുറച്ചുകൂടെ കൂടുന്നുണ്ട്. ഈ ഒരു കോൺസെപ്റ്റ് ആണ് മർദ്ദം എന്ന് പറയുന്നത്. അതായത് ബലം യൂണിറ്റ് ഏരിയയിൽ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലത്തിനെയാണ് നമ്മൾ പ്രഷർ അല്ലെങ്കിൽ മർദ്ദം എന്ന് പറയുന്നത്. അതായത് ഇതിനെ നമുക്ക് ഫോഴ്സ് ബൈ ഏരിയ എന്ന് എഴുതാൻ വേണ്ടി പറ്റും. പ്രഷറിനെ നമുക്ക് ഫോഴ്സ് ബൈ ഏരിയ എന്ന് എഴുതാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്കറിയാം യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ബലം ആണ് മർദ്ദം എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് P is equal to F/A എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഈ ഒരു റിലേഷനിൽ നിന്ന് തന്നെ നമുക്ക് ഈ 2 ഇൻസിഡൻസ് വിശദീകരിക്കാം. കാരണം പ്രഷർ എന്ന് പറയുന്നത് ഏരിയ കുറയുന്ന സമയത്ത് കൂടുന്ന ഒന്നാണ്. ഈ റിലേഷൻഷിപ്പിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/A. അതായത് ഏരിയ കുറയുമ്പോൾ പ്രഷർ കൂടും. ഇനി ഫോഴ്സ് കൂടുമ്പോൾ പ്രഷർ കൂടും. ഏരിയയും ഫോഴ്സും പ്രഷറും ഫോഴ്സും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. പ്രഷറും ഏരിയയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അത് നമുക്ക് ഈ പ്രഷറിന്റെ റിലേഷൻഷിപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ പറയുന്നത് ഒരു സാധാരണ മനുഷ്യന്റെ മുകളിലൂടെ ഒരു ആന നടന്നു കഴിഞ്ഞാൽ അവന്റെ വാരിയെല്ലുകൾ പൊട്ടും അല്ലെ. പക്ഷെ ഒരു സർക്കസ് അഭ്യാസി ഒരു പലക കഷ്ണം മുകളിൽ വെച്ചതിന് ശേഷം പുറത്ത് വെച്ചതിന് ശേഷം അതിന്റെ മുകളിൽ കൂടെ ആന നടക്കുമ്പം അയാളുടെ വാരിയെല്ലിന് പൊട്ടൽ ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് പറയുന്നുണ്ട്. എന്താണ് അവിടെ? ആനയുടെ കാലിന്റെ ഫോഴ്സ് അനുഭവപ്പെടുന്ന പ്രതലത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് അവിടെ കൂട്ടുകയാണ് പലക വെച്ചിട്ട്. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഏരിയ കൂടുന്ന സമയത്ത് പ്രഷർ കുറയും. ആന അവിടെ പ്രയോഗിക്കുന്ന പ്രഷർ കുറയും. അപ്പൊ നമ്മുടെ വാരിയലിന് വലിയ ചതവുകളൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് അവിടെ പറയുന്നത്. ഇനി നമ്മൾ കാണുന്നത് ഒരു ദ്രവത്തിനകത്ത് ഒരു വസ്തു വെച്ചിരുന്നാൽ അതിനനുഭവപ്പെടുന്ന പ്രഷർ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അതിനൊരു ചിത്രം നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു ചിത്രം ഞാൻ സൂം ചെയ്യാം. ഇതിൽ കാണാൻ വേണ്ടി പറ്റുന്നത് ഒരു വസ്തു നമ്മൾ ഒരു ദ്രവത്തിനുള്ളിൽ വെച്ചിട്ടുണ്ട്. അത് നീല കളർ ഒരു ദ്രവമാണ്, ജലോ എന്തെങ്കിലും ഒരു ദ്രവമാണെന്ന് നിങ്ങൾ വിചാരിക്കാം. അപ്പൊ ഈ ദ്രവം ഈ വസ്തുവിന്റെ മുകളിൽ ബലം പ്രയോഗിക്കുന്നതാണ് നമ്മൾ ആരോ മാർക്കിൽ കാണുന്നത്. ആരോ മാർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഫോഴ്സ് ഈ വസ്തുവിന്റെ ഓരോ പ്രതലത്തിലും ലംബമായിട്ടാണ് അനുഭവപ്പെടുന്നത്. ഇനി ഒരു കേസ് എടുക്കുക. നമ്മൾ സമാന്തരമായിട്ടൊരു ബലം ഉണ്ട് എന്ന് വിചാരിക്കാം. ദ്രവം ഒരു സമാന്തര ബലം വസ്തുവിൽ പ്രയോഗിക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ അവിടെ ഒരു ആംഗിൾ ഉണ്ടാവും. തിരിച്ചും വസ്തു ഒരു ബലം പ്രയോഗിക്കും. അപ്പൊ അവിടെ ഒരു മൂവ്മെന്റ് ഉണ്ടാവും അല്ലെ. പക്ഷെ നമ്മൾ പറയുന്നത് നിശ്ചലാവസ്ഥയിലുള്ള ഒരു കേസാണ്. നിശ്ചലാവസ്ഥയിലുള്ള കേസിൽ ഒരു വസ്തുവിന്റെ മുകളിൽ ദ്രവം പ്രയോഗിക്കുന്ന ബലം അതിന്റെ എല്ലാ പ്രതലങ്ങൾക്കും ലംബമായിട്ടുള്ള ബലമായിരിക്കും എന്നോർക്കുക. ഇനി ഇത് അളക്കാൻ വേണ്ടിയിട്ട് ഓരോ ബിന്ദുവിലെയും ഈ ഒരു ബലം അളക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഉപകരണം കാണുന്നില്ലേ? ബി എന്ന് പറയുന്ന ചിത്രത്തില് ഇതാണ് ആ ഉപകരണം. ഈ ഉപകരണം എങ്ങനെയാ പ്രവർത്തിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പിസ്റ്റൺ ആണ്. ഈ പിസ്റ്റണില് നമ്മൾ ഫോഴ്സ് കൊടുക്കും. എങ്ങനെ ഫോഴ്സ് കൊടുക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് ദ്രവത്തിന്റെ ഏത് പോയിന്റിലാണോ നമുക്ക് പ്രഷർ കണ്ടുപിടിക്കണം അങ്ങോട്ടേക്ക് ഈ ഉപകരണത്തിന് നമ്മൾ ഇറക്കി വെച്ചതിന് ശേഷം ഫോഴ്സ് കൊടുക്കും. ഫോഴ്സ് കൊടുക്കുമ്പോൾ ഇതിനുള്ളിലുള്ളത് ഒരു സ്പ്രിംഗ് ആണ്.
ഈ സ്പ്രിങ്ങിന് ഒരു ഡിഫോർമേഷൻ സംഭവിക്കും. ഇത് സ്പ്രിങ് താഴോട്ട് പോകില്ലേ ഫോഴ്സ് കൊടുക്കുമ്പോൾ. ഇനി നമ്മൾ ആ ഫോഴ്സ് ഒഴിവാക്കുന്നു, നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നില്ല. അപ്പൊ എന്ത് സംഭവിക്കും? സ്പ്രിങ് നേരെ തിരിച്ച് അതിന്റെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്കറിയാം ഇതിനകത്ത് വേറൊന്നുമില്ല, എയർ മാത്രമേ ഉള്ളൂ, വാക്വമാണുള്ളത്. അപ്പൊ അവിടെ ഉണ്ടായ എയർ പുഷ് ഈസ് ഈക്വൽ ടു നമ്മൾ കൊടുത്ത ഫോഴ്സ് ആയിരിക്കും. അപ്പൊ നമുക്കറിയാം പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പൊ നമുക്ക് അവിടുത്തെ പ്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതായത് ലംബബലത്തിന്റെ അളവ് എഫ് ആണെങ്കിൽ ശരാശരി മർദ്ദം പി ആവറേജിനെ യൂണിറ്റ് പരപ്പളവിൽ പ്രയോഗിക്കുന്ന ലംബ ബലമായിട്ട് നമുക്ക് നിർവചിക്കാം. അപ്പൊ നമ്മൾ കൊടുത്ത ഫോഴ്സ് നമുക്ക് അറിയായിരിക്കല്ലോ. അപ്പൊ അത് അവിടെയുള്ള ഏരിയ നമ്മൾ എടുത്തിട്ട് ചെയ്യാം. തത്വത്തിൽ പിസ്റ്റണിന്റെ പരപ്പളവ് എത്ര വേണമെങ്കിലും ചെറുതാക്കാം. മർദ്ദത്തെ സൂക്ഷ്മമായി വിശകലനം ചെയ്താൽ പരപ്പളവ് ചെറുതാക്കുക എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് ആക്കി മാറ്റാൻ വേണ്ടി പറ്റും. അപ്പൊ പ്രഷർ എന്ന് പറയുന്നത് ലിമിറ്റ് ഡെൽറ്റ എ ടെൻസ് ടു 0 ഡെൽറ്റ എഫ് ബൈ എ ഡെൽറ്റ എ എന്ന് നമുക്ക് നിർവചിക്കാം. ഇനി ഫോഴ്സ് നമുക്കറിയാം ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. പക്ഷെ ഇവിടെ പറയുന്ന നോക്കും, മർദ്ദം ഒരു അദിശ അളവാണെങ്കിൽ അത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. നമ്മൾ ബലത്തിന്റെ ഘടകമാണ് പരിഗണിക്കുന്നത്. ഫോഴ്സ് എന്ന് പറയുന്ന വെക്റ്റർ ക്വാണ്ടിറ്റി ആയിട്ടുള്ള ഫോഴ്സ് അല്ല, ലംബമായിട്ടുള്ള ബലമാണ്. അതിനെന്തില്ല, ഡയറക്ഷൻ ഇല്ല. വസ്തുവിനെ പ്രയോഗിക്കുന്ന ലംബമായിട്ടുള്ള ബലത്തിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിന് ഡയറക്ഷൻ ഇല്ല. അതുകൊണ്ടാണ് നമ്മുടെ പ്രഷർ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആവുന്നത് എന്ന് എടുക്കാം. അല്ലാണ്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു ബലൂൺ ഊതി വീർപ്പിക്കുന്ന സമയത്ത് എല്ലാ ഡയറക്ഷനിലും വരുന്നുണ്ട് അല്ലെ, ഇന്ന ഡയറക്ഷൻ എന്നില്ല. അപ്പൊ അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണെന്ന് അങ്ങനെ ഒന്ന് റിലേറ്റ് ചെയ്ത് ആലോചിച്ചാലും മതി. പ്രഷർ എന്ന് പറയുന്നത് ഒരു അദിശ അളവാണ്. ഇനി പ്രഷറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ പ്രഷറിന്റെ യൂണിറ്റ്, മർദ്ദത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അതിവിടെ തന്നിട്ടുണ്ട്, ന്യൂട്ടൺ മീറ്റർ റേസ് ടു -2. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ml t റേസ് ടു -2 ആയിരിക്കും, t റേസ് ടു 2 ആയിരിക്കും. t റേസ് ടു -2 അല്ലേ വരുന്നത്? അതെ, t റേസ് ടു -2 വരിക. ഫോഴ്സിൻ്റെത് എന്താണ് അത് നിങ്ങളൊന്ന് നോക്കുക കേട്ടോ. ഡയമെൻഷൻ ഒരു ചെറിയ ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് തോന്നുന്നു. ഓക്കെ, ഡയമെൻഷൻ ഒക്കെ സിമ്പിൾ കാര്യമില്ലേ. അത് ഫോഴ്സിന്റെ m × a വെച്ച് ചെയ്യുമ്പോൾ എന്താ നമുക്ക് കിട്ടുക? m × a എന്ന് പറയുന്നത് LT റേസ് ടു -2, mLT റേസ് ടു -2 ഡിവൈഡഡ് ബൈ എന്താണ് L സ്ക്വയർ. അപ്പം mL റേസ് ടു -1 അങ്ങനല്ലേ വരിക? L സ്ക്വയർ വരുമ്പോൾ mL റേസ് ടു -1 t റേസ് ടു, അതെ, t റേസ് ടു -2 വരിക. ഓക്കെ അല്ലേ? mL റേസ് ടു -1 t റേസ് ടു -2 ആണ് കേട്ടോ. അത് ഇവിടെ രണ്ടിടത്തും മൈനസ് ഉണ്ട്. ഇതിന്റെ ഡയമെൻഷൻ mL റേസ് ടു -1 t റേസ് ടു -2 ആണ് കേട്ടോ. ഓക്കെ, ഇനി ഈ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്ന യൂണിറ്റിനെ നമ്മൾ പാസ്കൽ എന്നുകൂടെ എഴുതാൻ വേണ്ടി പറ്റും. അതായത് ഈ പ്രഷറുമായിട്ട് അനുബന്ധപ്പെട്ടിട്ടുള്ള ദ്രവമർദ്ദത്തിലുള്ള എക്സ്പെരിമെന്റ്സ് നടത്തിയ ഒരാളായിരുന്നു ബ്ലേസ് പാസ്കൽ. അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥാണ് യൂണിറ്റ് നമ്മൾ പാസ്കൽ എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത്. ഇനി മർദ്ദത്തിന്റെ പൊതുവായ യൂണിറ്റ് അറ്റ്മോസ്ഫിയർ ആണ്. 1 ATM എന്ന് പറയുന്നത്, 1 അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് 1.013 × 10⁵ പാസ്കൽ ആണ്. ഇത് ആവശ്യം വരും, നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇനി അടുത്തൊരു കേസ് ദ്രവങ്ങളുടെ സ്വഭാവങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഡെൻസിറ്റിയാണ്, അല്ലെങ്കിൽ സാന്ദ്രതയാണ്. സാന്ദ്രതയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് റോ എന്ന് പറയുന്ന ഒരു ലെറ്റർ വെച്ചിട്ടാണ്. നമ്മൾ പഴയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഒരു ദ്രവത്തിന്റെ സാന്ദ്രത എന്ന് പറയുന്നത് റോ ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് മാസ് ബൈ ഉള്ളളവാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. നമുക്കറിയാം മാസിന്റെ യൂണിറ്റ് കിലോഗ്രാമും വോളിയത്തിൻ്റെത് അല്ലെങ്കിൽ ഉള്ളളവിൻ്റെത് മീറ്റർ ക്യൂബ് ആണ്. അപ്പൊ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് ഇതിന്റെ യൂണിറ്റ്, റോയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. സാന്ദ്രത ഏകദേശം എല്ലാ മർദ്ദത്തിലും സ്ഥിരമായിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? ദ്രാവകങ്ങളുടെ സാന്ദ്രത വലിയൊരളവ് വരെ ദ്രാവകങ്ങൾ എന്താണ് സങ്കോചരഹിതമായതുകൊണ്ട് തന്നെ ഏകദേശം എല്ലാ പ്രഷറിലും സാന്ദ്രത ഏകദേശം ഒരേപോലെ ആയിരിക്കും. നേരെ മറിച്ച് വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമ്പോൾ വാതകങ്ങളിലാണ് കുറച്ചുകൂടെ സാന്ദ്രതയ്ക്ക് വ്യത്യാസം ഉണ്ടാവുക. ദ്രാവകങ്ങളാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ സാന്ദ്രതയിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പക്ഷെ വാതകങ്ങൾ എടുക്കുന്ന സമയത്ത് സാന്ദ്രതയിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. ഇനി റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്ന മറ്റൊരു കോൺസെപ്റ്റ് ഉണ്ട്. 4 ഡിഗ്രി സെൽഷ്യസിൽ ജലത്തിന്റെ സാന്ദ്രത എന്ന് പറയുന്നത്
1 × 10⁻³ kg/m³ ആണ്. നമുക്കൊരു വസ്തുവിന്റെ ആപേക്ഷിക സാന്ദ്രത കണ്ടുപിടിക്കണമെങ്കിൽ വസ്തുവിന്റെ സാന്ദ്രത ഡിവൈഡഡ് ബൈ 4°C ജലത്തിന്റെ സാന്ദ്രത ചെയ്താൽ മതി. അതിനുള്ള ഇക്വേഷന് ഇവിടെ ഉണ്ട്. അത് അനുപാതമാണ്. അതായത് വസ്തുവിന്റെ സാന്ദ്രതയും അതിന് 4°C ജലവുമായിട്ടുള്ള സാന്ദ്രതയും തമ്മിലുള്ള അനുപാതത്തിനെയാണ്, റേഷ്യോനാണ് നമ്മൾ ആപേക്ഷിക സാന്ദ്രത അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇനി പല ദ്രവങ്ങളുടെ സാന്ദ്രത തന്നിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് നിങ്ങൾ നോക്കി പോവാ. ജലത്തിന്റെ സാന്ദ്രത തന്നിട്ടുണ്ട്. സമുദ്രജലത്തിൻ്റെത്, മെർക്കുറിയുടെതൊക്കെ വളരെ കൂടുതലാണ്. വളരെയധികം സാന്ദ്രതയുള്ള ഒരു സംഗതിയാണ് മെർക്കുറി എന്ന് പറയുന്നത്. അപ്പൊ മെർക്കുറി ദ്രാവക രൂപത്തിലുള്ള ലോഹമാണ്, നിങ്ങൾക്കറിയാം. മെർക്കുറിയുടെ സാന്ദ്രത എന്ന് പറയുന്നത് 13.6 × 10⁻³ ആണ്. അതൊക്കെ ഒന്ന് ഓർക്കുക. അതേപോലെ രക്തത്തിന് ജലത്തിനെക്കാട്ടിലും സാന്ദ്രതയുണ്ട്, 1.06 × 10⁻³. വായുവിനുണ്ട്, ഓക്സിജൻ ഉണ്ട്. അതൊക്കെ ഒന്ന് ഓർത്തിരുന്നാൽ മതി. അതുപോലെ ഹൈഡ്രജന്റെ കേസ് തന്നിട്ടുണ്ട്, നക്ഷത്രാന്തര സ്പേസ് തന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നോക്കിയിരിക്കാം. ഇനി പാസ്കൽസ് ലോ ആണ് നമുക്ക് പറയാനുള്ളത്. എന്താണ് പാസ്കൽസ് ലോ? നിശ്ചലാവസ്ഥയിലുള്ള ദ്രവത്തിലെ ഒരേ ഉയരത്തിലുള്ള എല്ലാ ബിന്ദുക്കളിലും ഒരേ മർദ്ദമായിരിക്കുമെന്ന് ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ബ്ലേസ് പാസ്കൽ നിരീക്ഷിച്ചു. അത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഒരു എക്സ്പെരിമെന്റിലൂടെ നമുക്കത് തെളിയിക്കാൻ വേണ്ടി പറ്റും. ഇവിടെ നൽകിയിരിക്കുന്ന ചിത്രം നിങ്ങൾ നോക്കുക. നമ്മളൊരു പോയിന്റ് കൺസിഡർ ചെയ്യാണ്. അതായത് നിശ്ചലാവസ്ഥയിലുള്ള ഒരു ദ്രവമാണ് ഈ ബീക്കറിലുള്ളത്. ഈ ദ്രവത്തിലെ ഒരു സൂക്ഷ്മ ഭാഗമാണ് നമ്മൾ ഈ ത്രികോണ ആകൃതിയിൽ നൽകിയിട്ടുള്ളത്. ഒരു സൂക്ഷ്മ ഭാഗം. ഓക്കെ, ഇനി ആ സൂക്ഷ്മ ഭാഗത്തിലേക്ക് എല്ലാ ഭാഗത്തു നിന്നും ഫോഴ്സ് വരുന്നുണ്ട് അല്ലെ. FA ഉണ്ട്, FB ഉണ്ട്, FC ഉണ്ട്. നമ്മളൊരു ത്രികോണമായിട്ട് കൺസിഡർ ചെയ്യാം. ഒരേ ഉയരമുള്ള, പാസ്കൽ പറയുന്നത് നിശ്ചലാവസ്ഥയിലുള്ള ദ്രവത്തിലെ ഒരേ ഉയരമുള്ള എല്ലാ ബിന്ദുക്കളിലും ഒരേ മർദ്ദമായിരിക്കും എന്നുള്ളതാണ് പാസ്കൽസ് ലോ എന്ന് പറയുന്ന സംഗതി. അപ്പൊ നമ്മള് ഇവിടെ ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ആ ട്രയാങ്കിളില് θ1 θ2 എന്നുള്ള 2 ആംഗിൾസ് കൺസിഡർ ചെയ്യാം. ഓക്കെ, അവിടെയുള്ള ഫേസസ് നോക്കുക, ഫേസസിലേക്ക് വരുന്ന ഫോഴ്സസ് നോക്കുക. ഓക്കെ, ഇവിടെ സൈൻ തീറ്റ എന്ന് പറയുന്നത് θ2 വെച്ചിട്ട് നമ്മൾ സൈൻ തീറ്റ പറയുകയാണെങ്കിൽ അതിന്റെ എതിർവശം എന്താണ്? സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ θ2 വെച്ചാണ് പറയുന്നതെങ്കിൽ അതിന്റെ എതിർവശം എന്ന് പറയുന്നത് AB ആണ്. അതിന്റെ സമീപവശം എന്ന് പറയുന്നത് BC ആണ് അല്ലെ. BC ആണോടോ? അല്ല, അതിന്റെ കർണാണല്ലോ നമ്മൾ സൈൻ തീറ്റ എടുക്കുമ്പോഴേക്കും. അപ്പൊ ഏതാണ്? AC ആണ്. അപ്പം സൈൻ തീറ്റ എന്താണ്? എതിർവശം ബൈ കർണാണ്. അപ്പൊ ഇവിടെ θ2ന്റെ കേസിൽ സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? AB ബൈ AC ആണ്. അപ്പൊ AB എന്താണ്? അവിടെ വരുന്ന ഫോഴ്സ് FC ആണ്. ആൻഡ് AC എന്താണ്? അവിടെ വരുന്ന ഫോഴ്സ് FB ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ വേണ്ടി പറ്റും? സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു FC ബൈ FB എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഇനി θ2 വെച്ച് തന്നെ നമ്മൾ കോസ് തീറ്റ പറയാം. അപ്പൊ കോസ് തീറ്റ പറയുന്ന സമയത്ത് BC ബൈ AC ആ വരിക. അപ്പൊ FA ബൈ FB ആ വരിക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? FA ഈസ് ഈക്വൽ ടു FB കോസ് തീറ്റ എന്നും FC ഈക്വൽ ടു FB സൈൻ തീറ്റ എന്നും പറയാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് അവിടെയുള്ള ഏരിയാസും ഇങ്ങനെ FA എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഏരിയ AA ആണ്, FB എന്ന് പറയുന്ന സ്ഥലത്ത് AB ആണ്, FC എന്ന് പറയുന്ന സ്ഥലത്ത് AC ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? AC ഈക്വൽ ടു AB സൈൻ തീറ്റ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. AA ഈസ് ഈക്വൽ ടു AB കോസ് തീറ്റ എന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അത് ഇവിടെ നൽകിയിട്ടുണ്ട്, അതെങ്ങനെയാ വരുന്നത് എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, അത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം, നമുക്ക് ആ ഡെറിവേഷൻ ഒന്നുകൂടി ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇത് ഡിവൈഡ് ചെയ്യാം. FC ബൈ FB സൈൻ തീറ്റ ഡിവൈഡ് ബൈ AC ബൈ AB സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്താണ്? ഈക്വൽ ടു FA ബൈ AA ഈസ് ഈക്വൽ ടു FB ബൈ AB കോസ് തീറ്റ എന്ന് കിട്ടും. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? FC ബൈ AC ഈക്വൽ ടു FB ബൈ AB ഈസ് ഈക്വൽ ടു FA ബൈ AA. അതായത് PA ഈക്വൽ ടു PB ഈസ് ഈക്വൽ ടു PC എന്ന് നമുക്ക് കിട്ടും. അതായത് ഒരേ ഹൈറ്റുള്ള പോയിന്റ്സ് ആണ്, അവിടെയുള്ള പ്രഷേഴ്സ് എന്ന് പറയുന്നത് സെയിം ആണ്. നിശ്ചലാവസ്ഥയിലുള്ള ദ്രവത്തിലെ ഒരേ ഉയരമുള്ള എല്ലാ ബിന്ദുക്കളിലും ഒരേ മർദ്ദമായിരിക്കും എന്നുള്ള കേസാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതിന് ഉള്ള ഡെറിവേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ കേട്ടോ. ഞാൻ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകാത്ത ആളുകൾ കമന്റ് ചെയ്യാം.
ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്, നമ്മൾ എടുക്കുന്നത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു സിലിണ്ടർ പോലെയാണെന്ന് വിചാരിക്കാം. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു സിലിണ്ടർ പോലെയാണ് നമ്മളിവിടെ ഉള്ള ഒരു സൂക്ഷ്മ ഭാഗം എടുത്തത് എന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടെ പറയുന്നു നോക്കൂ, ഇവിടെ പറയുന്നുണ്ട് ഒരു ദണ്ടിന്റെ രൂപത്തില് ഛേദതല പരപ്പളവ് ഒരുപോലെയുള്ളതും, അതായത് ഒരു സിലിണ്ടറിന്റെ രൂപം നിങ്ങൾ കൺസിഡർ ചെയ്യുക, എന്നിട്ട് അത് ഹൊറിസോണ്ടൽ ആയിട്ട് വെക്കുന്നു എന്ന് വിചാരിക്കാം. ഛേദതല പരപ്പളവ് ഒരുപോലെയുള്ളതും തിരശ്ചീന ദണ്ടിന്റെ രൂപത്തിലുള്ളതുമായ ഒരു ദ്രവഭാഗം പരിഗണിക്കാം. ഈ ദ്രവദണ്ട് സന്തുലിതാവസ്ഥയിലാണ്. അതിനാൽ ഇതിന്റെ രണ്ട് അഗ്രങ്ങളിലും പ്രയോഗിക്കപ്പെടുന്ന തിരശ്ചീന ബലങ്ങൾ തുല്യമായിരിക്കണം. അത് നിശ്ചലാവസ്ഥയിൽ സന്തുലിതാവസ്ഥയിലാണെങ്കിൽ അതവിടെ അവിടെ രണ്ട് സൈഡിൽ നിന്നും പ്രയോഗിക്കുന്ന ബലങ്ങൾ എന്തായിരിക്കണം? തുല്യമായിരിക്കണം അല്ലെ. ഇനി അതല്ല, തുല്യമല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ഒരു ഫ്ലോ ഉണ്ടാവും, അവിടെ ഒഴുക്കുണ്ടാവും. അതിനാൽ ഒരു ഒഴുക്കിന്റെ അഭാവത്തിൽ ദ്രവത്തിന്റെ ഒരു തിരശ്ചീന പ്രതലത്തിൽ എല്ലായിടത്തും മർദ്ദം ഒന്ന് തന്നെ ആയിരിക്കും. ഇനി മർദ്ദ വ്യത്യാസം മൂലമുള്ള വായുവിന്റെ ഒഴുക്കാണ് കാറ്റ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒഴുകാൻ തുടങ്ങും മർദ്ദ വ്യത്യാസം ഉണ്ടെങ്കിൽ എന്നുള്ള കാര്യം ഓർത്താൽ മതി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആഴത്തിനനുസരിച്ച് ഉണ്ടാകുന്ന മർദ്ദ വ്യതിയാനം, വേരിയേഷൻ ഓഫ് പ്രഷർ വിത്ത് ഡെപ്ത് ആണ്. ഇവിടെ നോക്കുക, ഇവിടെ ഒരു ചിത്രമുണ്ട്. ആ ചിത്രം നിങ്ങൾ കൺസിഡർ ചെയ്യുക, വേറെ ഒന്നും നോക്കണ്ട. അവിടെ കുറെ പാരഗ്രാഫ് അല്ലെങ്കിൽ ഇങ്ങനെ വലിച്ചു വാരി കൊടുത്തിട്ടുണ്ട്, അതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ഈ ചിത്രം മാത്രം നോക്കുക. ഈ ചിത്രത്തില് 1, 2 എന്നീ രണ്ട് പോയിന്റുകൾ എടുത്തിട്ടുണ്ട്. 1 എന്ന് പറഞ്ഞ പോയിന്റിൽ 1 എന്ന് പറഞ്ഞ പോയിന്റിൽ അനുഭവപ്പെടുന്ന പ്രഷർ P1ഉം 2 എന്ന പോയിന്റിൽ അനുഭവപ്പെടുന്ന പ്രഷർ P2 ആണെന്ന് വിചാരിക്കാം. ഇനി ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് H ആണെന്ന് എടുക്കാം. ഇതൊരു ദ്രവത്തിന്റെ ഉള്ളിലുള്ള പോയിന്റ് ആണ്. ആ പോയിന്റ്സിനെ നമ്മളൊരു സിലിണ്ടർ ആകൃതിയിൽ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, അപ്പോ P1 ഫോഴ്സ് നമുക്കറിയാം എന്താണ്? പ്രഷർ ഇൻറ്റു ഏരിയ ആണ്. നമ്മൾ ഇനി എവിടെ ഫോഴ്സ് കണ്ടാലും നമ്മൾ അതിനെ പ്രഷർ ഇൻറ്റു ഏരിയ എന്ന് എഴുതണം. അതായത് ഈ ചാപ്റ്ററിന്റെ ഒരു പ്രത്യേകതയാണ്, എവിടെ ഫോഴ്സ് കണ്ടാലും പ്രഷർ ഇൻറ്റു ഏരിയ ആണ്, എവിടെ ഡെൻസിറ്റി കണ്ടാലും മാസ് ബൈ വോളിയം ആണ്, അല്ലെങ്കിൽ എവിടെ മാസ് കണ്ടാലും ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ് എന്ന് എഴുതിക്കൊള്ളാം. ഓക്കെ, അപ്പൊ ഇവിടെ ഫോഴ്സ് പ്രഷർ ഇൻറ്റു ഏരിയ ആണ്. അപ്പം ഇവിടെ നമുക്ക് കാണാം, ഇവിടെ മുകളിൽ നിന്ന് താഴേക്ക് ഒരു ബലം ഉണ്ട് അല്ലെ. ഈ പോയിന്റിൽ, ഒന്നാമത്തെ പോയിന്റിൽ മുകളിൽ നിന്ന് താഴേക്ക് ഒരു ബലം ഉണ്ട്. അതിനെ നമുക്ക് P1A എന്ന് എടുക്കാം. എ എന്ന് പറയുന്നത് ഒന്നാമത്തെ പോയിന്റിന്റെ ഏരിയ ആണ്. ഇനി താഴെ നിന്ന് മുകളിലോട്ട് ഒരു ബലം ഉണ്ട് അല്ലെ, അത് P2A ആണ്. ഓക്കെ, P2A ആണ്. അപ്പൊ അവിടെയുള്ള റിസൾട്ടന്റ് ഫോഴ്സ് എന്തായിരിക്കും? റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് P2 മൈനസ് P1A ആയിരിക്കും അല്ലെ. P2 മൈനസ് P1A, P1 ഇൻറ്റു A ആയിരിക്കും. P2A മൈനസ് P1A എന്ന് പറഞ്ഞാൽ P2 മൈനസ് P1 ഇൻറ്റു A എന്ന് കിട്ടും. അപ്പൊ നമുക്കറിയാം അത് എന്തിന് തുല്യമായിരിക്കും? താഴോട്ടുള്ള അതിന്റെ വെയിറ്റിന് തുല്യമായിരിക്കും അല്ലെ, mgക്ക് തുല്യമായിരിക്കും. അപ്പോൾ P2 മൈനസ് P1 ഇൻറ്റു A ഇസ് ഈക്വൽ ടു mg എന്ന് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ പറഞ്ഞു ദ്രവത്തിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആണ്. അപ്പൊ നമുക്ക് മാസിനെ റോ ഇൻറ്റു വി എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? അതേപോലെ ഇവിടെ നമുക്ക് എന്ത് കാണാം? വെലോസിറ്റി അല്ലെ, വോളിയത്തിന് നമുക്ക് എങ്ങനെ എഴുതാം? വോളിയത്തിന് നമുക്ക് ഏരിയ, ഛേദതല പരപ്പളവ് ഇൻറ്റു ഹൈറ്റ്. ഒരു സിലിണ്ടറിന്റെ കേസിൽ അങ്ങനെയല്ലേ വരിക. അപ്പൊ ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്ന് എഴുതിക്കൂടെ? ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്ന് എഴുതാം. അപ്പോ നമുക്കറിയാം മാസിനെ നമ്മൾ റോ ഇൻറ്റു വി എന്ന് എഴുതി. വോളിയത്തിന് നമ്മൾ മാസിനെ നമ്മൾ ഡെൻസിറ്റി ഇൻറ്റു വോളിയം റോ ഇൻറ്റു വി എന്ന് എഴുതി. ഇനി വോളിയം വി ഇസ് ഈക്വൽ ടു നമ്മൾ ഹൈറ്റ് ഇൻറ്റു ഛേദതല പരപ്പളവ് എന്ന് എഴുതി, H ഇൻറ്റു A എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാസിനെ എന്ത് എഴുതാൻ വേണ്ടി പറ്റും? മാസ് റോ ഇൻറ്റു വി എന്നുള്ള സ്ഥലത്ത് വിന്റെ വാല്യൂ H ഇൻറ്റു A നമ്മൾ കൊടുക്കുക. അപ്പൊ മാസിനെ നമുക്ക് റോ ഇൻറ്റു H ഇൻറ്റു A എന്ന് എഴുതാൻ വേണ്ടി പറ്റും. റോ ഇൻറ്റു H ഇൻറ്റു A എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, റോ ഇൻറ്റു H ഇൻറ്റു A എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ ആ ഇക്വേഷൻസ് ഇക്വേറ്റ് ചെയ്ത്, നമുക്ക് നേരത്തെ കിട്ടിയ ഇക്വേഷൻ P2 മൈനസ് P1 ഇൻറ്റു A ഇസ് ഈക്വൽ ടു mg എന്നുള്ള സ്ഥലത്ത് എമ്മിന് നമ്മൾ എന്ത് കൊടുക്കുക? റോ ഇൻറ്റു H ഇൻറ്റു A ഇൻറ്റു G കൊടുക്കുക. അപ്പൊ നമുക്ക് എന്തൊക്കെ വെട്ടിപ്പോവും? എയും വെട്ടിപ്പോവും. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? P2 മൈനസ് P1 ഇസ് ഈക്വൽ ടു റോ GH എന്ന് നമുക്ക് കിട്ടും. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, ഞാൻ ഡെറിവേഷൻ ഒന്നുകൂടെ എടുക്കുന്നതായിരിക്കും. ഇനി
P1 നമ്മൾ ഉപരിതലത്തിലേക്ക്, ഈ ദ്രാവകത്തിന്റെ മുകളിലേക്ക്, ദ്രവത്തിന്റെ മുകളിലേക്ക് കൊണ്ടുപോകാന്ന് വിചാരിക്കാം. അപ്പൊ P1 എന്ന് പറഞ്ഞ പോയിന്റിലുള്ള പ്രഷർ എന്തായിരിക്കും? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കില്ലേ? അപ്പൊ P1 ഈസ് ഈക്വൽ ടു P എന്ന് എഴുതാം. ഇനി P2 എന്നുള്ള ബിന്ദു എന്താണ്? ഉള്ളിലുള്ള പ്രഷറാണ്. അത് നമുക്ക് P എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ P2 മൈനസ് P1 പകരം നമുക്ക് എന്ത് എഴുതാൻ വേണ്ടി പറ്റും? P മൈനസ് PA ഈസ് ഈക്വൽ ടു റോ ജി എച്ച് എന്ന് എഴുതാം അല്ലെ? ഇനി P മൈനസ് PA ഈസ് ഈക്വൽ ടു റോ ജി എച്ച് എന്ന് പറഞ്ഞാൽ പിയിലുള്ള പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് റോ ജി എച്ച് ആണ്. അതായത് ഒരു ബിന്ദുവിലെ പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെക്കാട്ടിലും റോ ജി എച്ച് കൂടുതലാണ് എന്ന് നമുക്ക് കാണാം. അപ്പൊ നമുക്ക് ഈ P മൈനസ് PA എന്ന് പറയുന്ന ഒരു അളവുണ്ടല്ലോ, താഴെയുള്ള ബിന്ദുവിലുള്ള കൂടുതൽ പ്രഷർ എന്ന് പറയുന്നത്, അതിനെ നമ്മൾ ഗോജ് പ്രഷർ അല്ലെങ്കിൽ ഗേജ് പ്രഷർ എന്നാണ് പറയുന്നത്. H ആഴത്തിലുള്ള അധിക മർദ്ദം. ഓക്കെ, P മൈനസ് PA എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് പാസ്കൽ ലോ എന്താണ് പറയുന്നത്? ഒരേ തിരശ്ചീന ലെവലിലുള്ള എല്ലാ പദാർത്ഥങ്ങളിലും ബിന്ദുക്കളിലും ദ്രാവകമർദ്ദം ഒരേപോലെയാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി ഇവിടെ ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്, ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്. ഒരേ തിരശ്ചീന ലെവലിലുള്ള എല്ലാ ബിന്ദുക്കളിലും ദ്രാവകമർദ്ദം ഒരേപോലെയാണ്. ഈ ഫലം ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് എന്ന ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കുക. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വ്യത്യസ്ത ആകൃതിയിലുള്ള 3 പാത്രങ്ങൾ ABC, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ABC വ്യത്യസ്ത ആകൃതിയിലാണ്. അടിയിൽ ഒരു തിരശ്ചീന പൈപ്പ് ഉപയോഗിച്ച് അവയെ ബന്ധിപ്പിച്ചിരിക്കുന്നുണ്ട്. വെള്ളം നിറയ്ക്കുമ്പോൾ വ്യത്യസ്ത അളവ് വെള്ളമാണ് ഉൾക്കൊള്ളുന്നതെങ്കിലും 3 പാത്രത്തിലെയും നിരപ്പ് ഒരുപോലെയാണ്. പാത്രത്തിന്റെ ഓരോ ഭാഗത്തും അടിയിൽ ജലത്തിന് ഒരേ മർദ്ദമാണ്, സെയിം ഹൈറ്റിൽ ഉള്ളത് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി അന്തരീക്ഷ മർദ്ദവും ഗേജ് മർദ്ദവും എന്നുള്ള കോൺസെപ്റ്റ് ആണ്. ഒരു ബിന്ദുവിലെ അന്തരീക്ഷ മർദ്ദം എന്നത് ആ ബിന്ദുവിൽ നിന്നും അന്തരീക്ഷ ഉപരിതലം വരെ വ്യാപിച്ചു കിടക്കുന്ന യൂണിറ്റ് ഛേദതല പരപ്പളവുള്ള വായുയൂപത്തിന്റെ ഭാരത്തിന് തുല്യമാണ്. ഒരു ബിന്ദുവിലെ ഇതാണ് നമ്മൾ നേരത്തെ എക്സ്പെരിമെന്റിൽ കണ്ടത്, MG വെച്ച് ചെയ്തില്ലേ? ഒരു ബിന്ദുവിലെ അന്തരീക്ഷ മർദ്ദം എന്നത് ആ ബിന്ദുവിൽ നിന്നും അന്തരീക്ഷ ഉപരിതലം വരെ വ്യാപിച്ചു കിടക്കുന്ന യൂണിറ്റ് ഛേദതല പരപ്പളവുള്ള വായുയൂപത്തിന്റെ ഭാരത്തിന് തുല്യമാണ്. സമുദ്രനിരപ്പിൽ ഇത് 1.013 into 10⁵ പാസ്കൽ ആണ്. സമുദ്രനിരപ്പിൽ ഇത് 1.013 into 10⁵ പാസ്കൽ ആണ്. അപ്പൊ ഈ അന്തരീക്ഷ മർദ്ദം അളക്കാൻ വേണ്ടിയിട്ട് ഉപകരണം കണ്ടുപിടിച്ചത് ഇവാഞ്ചലിസ്റ്റ ടോറിസെല്ലി എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞനാണ്. അപ്പൊ ടോറിസെല്ലിയുടെ എക്യുപ്മെന്റ് എന്ന് പറയുന്നത് മെർക്കുറി ബാരോമീറ്റർ ആണ്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 gram അടച്ച ഒരു ഗ്ലാസ് ട്യൂബിൽ മെർക്കുറി നിറയ്ക്കും. മെർക്കുറി നിറച്ചതിന് ശേഷം അതിന്റെ ചിത്രം ഇടേണ്ടതാ. ഇതാണ് ആ ഉപകരണം, മെർക്കുറി ബാരോമീറ്റർ എന്ന് പറയുന്നത്. കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ഒരറ്റം, ഇതിന്റെ മുകളിലത്തെ അറ്റം അടച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ 1 gram അടച്ച ഗ്ലാസ് ട്യൂബിൽ മെർക്കുറി നിറച്ച ശേഷം ഈ ട്യൂബ് എന്ത് ചെയ്യും? ഒരു ടെസ്റ്റ് ട്യൂബ് പോലത്തെ സാധനം, അത് മെർക്കുറി തന്നെ ഉൾക്കൊള്ളുന്ന ഒരു പാത്രത്തിലേക്ക് കമഴ്ത്തി വെച്ചിരിക്കുന്ന സംവിധാനം, അതാണ് മെർക്കുറി ബാരോമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ട്യൂബിന്റെ മുകൾ ഭാഗത്ത് മെർക്കുറിയുടെ ബാഷ്പം മാത്രമേ ഉള്ളൂ. അത് നമുക്ക് നെഗ്ലിജിബിൾ ആണ്, കൺസിഡറബിളി നെഗ്ലിജിബിൾ ആയതുകൊണ്ട് ആ പ്രഷറിനെ നമുക്ക് 0 എന്ന് എടുക്കാം. അപ്പൊ A എന്ന് പറഞ്ഞ പോയിന്റിലെ പ്രഷർ എന്ന് പറയുന്നത് 0 ആണ്. ഇനി ബിയിലും സിയിലും പാസ്കൽസ് ലോ അനുസരിച്ച് നമുക്കറിയാം ഒരേ ഹൈറ്റ് ആണല്ലേ, അപ്പൊ അവിടെ സെയിം പ്രഷർ ആയിരിക്കും. ഇനി സി എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ തുറന്നിരിക്കുന്ന ഒരു പോയിന്റ് ആണ്. അവിടെ അനുഭവപ്പെടുന്ന പ്രഷർ എന്താണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്. അപ്പൊ എന്താണ്? PA ആണ് അല്ലെ, PA ആണ്. പക്ഷേ ബി എന്ന് പറയുന്ന പോയിന്റ് നോക്കുക, അതിനൊരു H ഹൈറ്റ് ഇല്ലേ? അത് റോ ജി എച്ച് ആണ് അല്ലെ. അപ്പൊ ബി ആൻഡ് സിയില് പ്രഷർ സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാൻ വേണ്ടി പറ്റും? PAയിലെ പ്രഷറോ റോ ജി എച്ച് ആണെന്ന് എഴുതാം. ബിയിലെ പ്രഷർ എന്ന് പറയുന്നത് PA എന്ന് പറയുന്നത് റോ ജി എച്ച് ആണ്. അപ്പൊ ബി എന്ന് പറഞ്ഞ പോയിന്റിലെ പ്രഷർ എന്ന് പറയുന്നത് നമുക്ക് P പ്ലസ് റോ ജി എച്ച് എന്ന് എഴുതാം അല്ലെ, P പ്ലസ് റോ ജി എച്ച് എന്ന് എഴുതാം. അപ്പൊ P എന്ന് പറയുന്നത് എന്താണ്? 0 ആണെന്ന് നമ്മൾ കണ്ടു. അവിടെ നേരത്തെ എടുത്ത P is equal to 0 എന്ന് കണ്ടു. അപ്പൊ P is equal to റോ ജി എച്ച് എന്ന് എഴുതാം. അല്ല, D എന്ന് പറഞ്ഞ പോയിന്റിലെ പ്രഷർ എന്ന് പറയുന്നത് B എന്ന് പറയുന്ന പോയിന്റിലെ പ്രഷർ എന്ന് പറയുന്നത് റോ ജി എച്ച് ആണ് നമുക്ക് എഴുതാം. അതായത് ബിയിലും സിയിലും PA എന്ന് പറയുന്ന പോയിന്റിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്, അത് സി എന്ന് പറയുന്ന പോയിന്റിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്, അത് എന്താണ്? PA ആണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ PA എന്ന് എഴുതി. ഇനി ബി എന്ന പോയിന്റിലെ പ്രഷർ എന്തായിരിക്കും? P പ്ലസ് റോ ജി എച്ച് ആയിരിക്കും. അവിടെ P 0 ആണ്.
അപ്പോ ബി എന്ന് പറഞ്ഞ പോയിന്റിൽ ഇത് എന്തായിരിക്കും? റോ ജി എച്ച് ആയിരിക്കും അല്ലേ? ഇനി നമുക്കറിയാം ബിയിലും സിയിലും സെയിം പ്രഷർ ആയതുകൊണ്ട് പി എ എന്ന് പറയുന്നത് എന്തായിരിക്കും? റോ ജി എച്ച് ആയിരിക്കും അല്ലേ? അപ്പൊ അറ്റ് സിയിലും ബിയിലും പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും? റോ ജി എച്ച് ആയിരിക്കും. അപ്പോ ബാരോമീറ്ററിലെ മെർക്കുറി രൂപത്തിന്റെ ഉയരം എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ 76 സെന്റിമീറ്റർ ആണ്. അതാണ് ഒരു അറ്റ്മോസ്ഫിയർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണ മില്ലിമീറ്റർ സെന്റിമീറ്റർ ടേംസിലാണ് നമ്മൾ ഇത് അളക്കാറ്. 1 മില്ലിമീറ്റർ മെർക്കുറി രൂപത്തിന്റെ ഉയരം സൂചിപ്പിക്കുന്ന മർദ്ദം എന്ന് പറയുന്നത് 1 ടോർ ആണ്. ടോർ എന്ന് പറയുന്നത് ടോറിസലിനോടുള്ള ബഹുമാനാർത്ഥം ഇട്ട ഒരു പേരാണ്. 1 ടോർ ആണ്. 1 ടോർ എന്ന് പറയുന്നത് ഏകദേശം 133 പാസ്കൽ ആണ്. ഇനി ക്ലൈമറ്റോളജിയിലും ഒക്കെ ഉപയോഗിക്കുന്ന മറ്റൊരു യൂണിറ്റ് ആണ് ബാർ അല്ലെങ്കിൽ മില്ലി ബാർ എന്ന് പറയുന്നത്. 1 ബാർ എന്ന് പറയുന്നത് 10⁵ പാസ്കൽ ആണ്. 1 ബാർ എന്ന് പറയുന്നത് 10⁵ പാസ്കൽ ആണ്. ഓക്കെ, അത് ഓർത്തിരിക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ എന്ന് പറയുന്ന മറ്റൊരു ഉപകരണമാണ്. ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ എന്ന് പറയുന്ന മറ്റൊരു ഉപകരണമാണ്. അപ്പൊ ഈ ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 2 ദ്രാവകങ്ങൾ ഉണ്ടാവും. ഒരു ദ്രാവകം ഒരു ലോ ഡെൻസിറ്റി ഓയിൽ പോലെയുള്ള എണ്ണ പോലെയുള്ള എന്തെങ്കിലും ഒന്നായിരിക്കും. അതിന് കുറഞ്ഞ സാന്ദ്രതയായിരിക്കും ഉണ്ടാകുക. അപ്പൊ സാന്ദ്രത കുറയുമ്പോൾ നമുക്കറിയാം അത് ഒരു കുറഞ്ഞ മർദ്ദ വ്യത്യാസം അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നായിരിക്കും. ഇനി ഹൈ ഡെൻസിറ്റി ഉള്ള ഒരു ദ്രാവകം ഉണ്ടാവും. കൂടിയ സാന്ദ്രതയുള്ള മെർക്കുറി പോലെയുള്ള ഒരു ദ്രാവകം ഉണ്ടാവും. അത് കൂടുതലുള്ള മർദ്ദ വ്യത്യാസം അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കും. അപ്പോൾ ട്യൂബിന്റെ ഒരു അറ്റം അന്തരീക്ഷത്തിലേക്ക് തുറന്നിരിക്കും. മറ്റേ അറ്റം എന്ന് പറയുന്നത് പി എന്ന് പറഞ്ഞ പോയിന്റ് കാണുന്നില്ലേ, അത് ഏത് സിസ്റ്റത്തിന്റെ പ്രഷറാണോ അളക്കേണ്ടത് ആ സിസ്റ്റത്തിലേക്ക് കണക്റ്റഡ് ആയിരിക്കും. ഇവിടെ നമുക്കറിയാം എ ബി എന്നീ പോയിന്റ്സിലെ പ്രഷർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും അല്ലെ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് സെയിം ഹൈറ്റിൽ സെയിം പ്രഷർ ആയിരിക്കും. അപ്പൊ എയിലും ബിയിലും സെയിം പ്രഷർ ആയിരിക്കും. ആ പ്രഷർ നമ്മൾ പി എന്ന് എടുക്കുക. ഓക്കെ അല്ലേ? ഇനി നമുക്കറിയാം പി മൈനസ് പി എ എന്നുള്ള വാല്യൂ എന്ന് പറയുന്നത് റോ ജി എച്ച് ആണ്. അപ്പോൾ P1 ഈസ് ഈക്വൽ ടു P2 ആണ്. അങ്ങനെയാണെങ്കിൽ P1 P2 ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ F1/A1 ഈസ് ഈക്വൽ ടു F2/A2 എന്ന് എഴുതിക്കൂടെ? എഴുതാം. അങ്ങനെയാണെങ്കിൽ F2നെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ F1/A1 ഇൻറ്റു A2 എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് അതിനെ A2/A1 ഇൻറ്റു F1 എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണ് അവിടെയുള്ള ഫോഴ്സ് കണ്ടുപിടിക്കുന്നത്. F1 ഇൻറ്റു A2/A1. A1 മാറുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? സോറി, ഇവിടെ പി മൈനസ് ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാം, ഓപ്പൺ ട്യൂബ് മാനോമീറ്ററിന്റെ കേസാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓപ്പൺ ട്യൂബ് മാനോമീറ്ററിൽ ഇത്രയും കാര്യങ്ങൾ ഓർത്താൽ മതി. അതായത് പി എ പി ബി ഇവിടെ കാണിക്കുന്ന എ ബി എന്നുള്ള പോയിന്റിലുള്ള പ്രഷർ സെയിം ആയിരിക്കും. അപ്പോൾ പി മൈനസ് പി എ, അതായത് പി ആയിരിക്കും അവിടെയുള്ള പ്രഷർ. പി എ ഈക്വൽ ടു പി ബി ഈക്വൽ ടു പി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പി മൈനസ് പി എ ഈക്വൽ ടു റോ ജി എച്ച് ആയിരിക്കും. അതുവഴി നമുക്ക് ആ പി എന്ന് പറയുന്ന പോയിന്റിലുള്ള പ്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതായത് പി എന്ന് പറയുന്ന പോയിന്റ് സിസ്റ്റത്തിലെ പ്രഷർ എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞ പോയിന്റിലെ പ്രഷർ ആയിരിക്കുമല്ലോ, അത് തന്നെ ആയിരിക്കുമല്ലോ ബിയിൽ ഉണ്ടാവുക. അപ്പോൾ പി മൈനസ് പി എന്ന് പറയുന്നത് റോ ജി എച്ച് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പി എന്ന് പറഞ്ഞ പോയിന്റിലെ പ്രഷർ എന്ന് പറയുന്നത് പി എ പ്ലസ് റോ ജി എച്ച് എന്നുള്ള വാല്യൂ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അത് അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹൈഡ്രോളിക് മെഷീൻസ് ആണ്. അതായത് പാസ്കൽസ് ലോ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മെഷീനുകളാണ് ഹൈഡ്രോളിക് മെഷീൻസ്. ഒരു പാത്രത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ദ്രവത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് എപ്പോഴെല്ലാം ബാഹ്യമർദ്ദം പ്രയോഗിക്കുന്നോ ഇത് അതേ അളവിൽ തന്നെ തുല്യമായി എല്ലാ ദിശകളിലും വിതരണം ചെയ്യപ്പെടുന്നു. അതായത് പാസ്കൽ ലോനെ നമുക്ക് അങ്ങനെയും പറയാം. ഒരു മർദ്ദം പ്രയോഗിക്കുന്ന സമയത്ത് അതിന്റെ പ്രതലത്തിൽ എല്ലായിടത്തും ആ മർദ്ദം ഈക്വൽ ആയിട്ട് വിതരണം ചെയ്യപ്പെടും. ഇപ്പൊ നമ്മുടെ ഡെയിലി ലൈഫിന് അതിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിലൊന്നാണ് ഹൈഡ്രോളിക് മെഷീൻസ് എന്ന് പറയുന്നത്. അതിലെ ആദ്യത്തെ ഒന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഹൈഡ്രോളിക് ലിഫ്റ്റ് ആണ്. ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ ഒരു ചിത്രം ഇവിടെ ഉണ്ട്. ഇവിടെ നോക്കുക, ഇവിടെ 2 സ്ഥലങ്ങളുണ്ട് അല്ലെ? ഒന്ന് കാറ് വെച്ച സ്ഥലവും മറ്റൊന്ന് ഫോഴ്സ് കൊടുക്കുന്ന സ്ഥലവും. ഈ ഫോഴ്സ് കൊടുക്കുന്ന സ്ഥലത്തുള്ള ഫോഴ്സ് F1 എന്നും
അവിടെയുള്ള ഏരിയ നമ്മൾ A1 എന്ന് എടുക്കുന്നു. ഇനി കാറ് വെച്ചിട്ടുള്ള സ്ഥലത്ത് അവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് F2 എന്നും അവിടെയുള്ള ഏരിയ A2 എന്നും എടുക്കുന്നു. അപ്പൊ നമുക്കറിയാം സെയിം ഹൈറ്റിൽ സെയിം പ്രഷർ ആയിരിക്കും അല്ലെ. അപ്പൊ ഈ പ്രഷർ എന്ന് പറയുന്നത് ആദ്യം ഫോഴ്സ് കൊടുക്കുന്ന സ്ഥലത്തുള്ള പ്രഷർ നമ്മൾ P1 എന്ന് എടുക്കുക. കാർ വെച്ചിരിക്കുന്നിടത്ത് ഉണ്ടാവുന്ന പ്രഷർ P2 എന്ന് എടുത്തു കഴിഞ്ഞാൽ സെയിം ഹൈറ്റിൽ സെയിം പ്രഷർ ആണ്, മർദ്ദം എല്ലായിടത്തും ഒരേപോലെയാണെന്ന് പറയുമ്പോൾ P1 ഈസ് ഈക്വൽ ടു P2 നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് F1/A1 ഈസ് ഈക്വൽ ടു F2/A2 എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടുന്ന് F2 കണ്ടുപിടിച്ചൂടെ. F2 എന്ന് പറയുന്നത് A2/A1 ഇൻറ്റു F1 എന്ന് കിട്ടും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ നൽകിയിട്ടുള്ളത്. ഓക്കെ, A2/A1 ഇൻറ്റു F1 എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതായത് അവിടെ F1 എന്ന് പറയുന്നത് അവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് മർദ്ദത്തിലൂടെ ദ്രവത്തിലൂടെ പോയിട്ട് A2/A1 മടങ്ങ് വർദ്ധിക്കും ആ കാറിനെ ഉയർത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഉപകരണത്തിന്റെ യാന്ത്രിക ലാഭം അല്ലെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമ്മളൊരു ചെറിയ ഫോഴ്സേ കൊടുത്തിട്ടുള്ളൂ, പക്ഷെ അത് മുകളിലോട്ട് പോകുന്ന സമയത്ത് ദ്രവത്തിലൂടെ സഞ്ചരിച്ച് അത് A2/A1 മടങ്ങായിട്ട് മാറുന്നു. അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, യാന്ത്രിക ലാഭം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ നമ്മൾ നേരത്തെ കണ്ടതാണ്. അതായത് ഒരു വസ്തു ഒരു ദ്രവത്തില് ഭാഗികമായ പൂർണ്ണമായ മുങ്ങിക്കിടക്കുകയാണെങ്കിൽ അതിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് ആ വസ്തു ആദേശം ചെയ്യുന്ന, അത് പുറത്തേക്ക് കളയുന്ന ദ്രാവകത്തിന്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കും, ഉള്ളളവിന് തുല്യമായിരിക്കും എന്നുള്ളതാണ് ആർക്കിമിഡീസ് തത്വം. അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ പൊങ്ങിക്കിടക്കുന്ന വസ്തുക്കൾക്ക് ഒരു ഫോഴ്സ് കൂടെ ഉണ്ട്, ബോയന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞ ഒരു ഫോഴ്സ് കൂടെ ഉണ്ട്. ഈ ബോയന്റ് ഫോഴ്സിന്റെ ഒരു കേസ് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടെ പറയും, അതുകൂടെ ഉണ്ട് എന്ന് ഓർത്തിരുന്നാൽ മതി. ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ കേസ് നമ്മൾ പറഞ്ഞു A2/A1 ഇൻറ്റു F1 ആയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ഏരിയ എന്ന് പറയുന്ന ഒരു റൗണ്ട് ഷേപ്പിലാണെങ്കിൽ അവിടുത്തെ ഏരിയ എന്തായിരിക്കും, πr² ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് F2 എങ്ങനെ എഴുതാം, πr2² ഡിവൈഡ് ബൈ πr1² ഇൻറ്റു F1 എന്ന് എഴുതാം. അങ്ങനെ പൈയും ക്യാൻസൽ ആയും R2/R1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു F1 കിട്ടും. അതും കൂടെ ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇനി നമുക്ക് പറയാനുള്ളത് സ്ട്രീം ലൈൻ ഫ്ലോ അല്ലെങ്കിൽ സ്റ്റഡി ഫ്ലോ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഫ്ലോയിനെ പറ്റിയാണ്. അതിന് നമ്മൾ മലയാളത്തിൽ സ്ഥിരപ്രവാഹം എന്ന് പറയും. ഓക്കെ, ഒരു പ്രത്യേക ബിന്ദുവിൽ കൂടി കടന്നു പോകുന്ന ഓരോ ദ്രവ കണികയുടെയും പ്രവേഗം സമയത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള ഒഴുക്കിനെയാണ് നമ്മൾ സ്ഥിരപ്രവാഹം എന്ന് വിളിക്കുന്നത്. അതായത് ഒരു പ്രത്യേക ബിന്ദുവിൽ കൂടെ കുറെ കണികകൾ കടന്നു പോകുന്നുണ്ട്, പക്ഷെ ആ എല്ലാ കണികളുടെയും പ്രവേഗം ആ ടൈമിനനുസരിച്ച് വ്യത്യാസപ്പെടുന്നില്ലെങ്കിൽ അതിനെ നമ്മൾ സ്ഥിരപ്രവാഹം അല്ലെങ്കിൽ സ്റ്റഡി ഫ്ലോ എന്ന് പറയും. സ്ഥിരപ്രവാഹത്തിലുള്ള ദ്രവ കണികകളുടെ പാത സ്ട്രീം ലൈൻ ആയിരിക്കും. സ്ഥിരപ്രവാഹത്തിലുള്ള ദ്രവ കണികകളുടെ പാത സ്ട്രീം ലൈൻ ആയിരിക്കും അല്ലെങ്കിൽ ധാരാരേഖീയമായിരിക്കും. അതിനെയാണ് നമ്മൾ ധാരാരേഖീയ പ്രവാഹം അല്ലെങ്കിൽ ധാരാരേഖീയ ഫ്ലോ എന്ന്, സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ദ്രവത്തിന്റെ കണികയുടെ പ്രവേഗത്തിന്റെ ദിശ എന്ന് പറയുന്നത് ആ ബിന്ദുവിലെ ടാൻജന്റിന്റെ ഡയറക്ഷനിലായിരിക്കും. അതാണ് അവിടെ A എന്ന് പറയുന്ന ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ അല്ലേ. ഇനി ഇവിടെ നിന്ന് നമുക്കൊരു ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അതിവിടെ പറയുന്നുണ്ട്. അതായത് നമ്മൾ രണ്ട് ഛേദതല പരപ്പളവുകൾ എടുക്കുക, A1 A2 എന്ന് പറയുന്ന രണ്ട് ഛേദതല പരപ്പളവ്, ഒരു പൈപ്പിൽ കൂടെ ഉള്ള രണ്ട് ഛേദതല പരപ്പളവ്. ഇവിടെ PR എന്നുള്ള എടുത്തതുപോലെ ഓക്കെ RQ എന്നുള്ളതിന് പകരം നമ്മൾ ഇവിടെ എന്തെടുക്കുന്നു, രണ്ട് ഛേദതല പരപ്പളവായിട്ട് എടുക്കുന്നു. അപ്പോ നമുക്കറിയാം ഒരു ദ്രവം അതിനുള്ളിലൂടെ കടന്നു പോവുകയാണ്, പുറത്തോട്ട് വരുന്ന സമയത്ത് ആ ദ്രവത്തിന്റെ മാസിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ലല്ലോ, മാസ് കുറയുന്നൊന്നുമില്ലല്ലോ. അപ്പൊ M1 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, M2 ആയിരിക്കും. ആ മാസ് നമുക്കറിയാം ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആയിരിക്കും. ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ V ആയിരിക്കും. അപ്പൊ മാസിനെ നമുക്ക് M1 ഈസ് ഈക്വൽ ടു M2 എന്നുള്ളതിനെ നമുക്ക് റോ V1 ഈസ് ഈക്വൽ ടു റോ V2 എന്ന് എഴുതാം. അപ്പൊ അവിടെ റോയും ക്യാൻസൽ ആയി V1 ഈസ് ഈക്വൽ ടു V2 എന്ന് കിട്ടും. അപ്പൊ നമുക്കറിയാം ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു സിലിണ്ടർ ഷേപ്പ് ആണ് അല്ലെ. അപ്പൊ അതിന്റെ വോളിയം എന്ന് പറയുന്നത് A ഇൻറ്റു ഡെൽറ്റ എക്സ് ആണ്. അപ്പൊ A ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് V1 വരുന്ന സമയത്ത് A1 ഡെൽറ്റ x1 ആയിരിക്കും, V2 വരുന്ന സമയത്ത് A2 ഡെൽറ്റ x2 ആയിരിക്കും. അപ്പൊ V1 ഈസ് ഈക്വൽ ടു V2 ഇംപ്ലൈസ് A1 ഡെൽറ്റ x1 ഈസ് ഈക്വൽ ടു A2 ഡെൽറ്റ x2 എന്ന് ചെയ്യാം.
ഇനി നമുക്ക് ഈ ഇക്വേഷനെ ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ A1 ഡെൽറ്റ x1 ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു A2 ഡെൽറ്റ x2 ബൈ ഡെൽറ്റ ടി എന്ന് കിട്ടും. അപ്പോൾ ഡെൽറ്റ x1 ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഡെൽറ്റ x ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്. അപ്പൊ A1 V1 ഈസ് ഈക്വൽ ടു A2 V2 എന്ന് കിട്ടും. A1 V1 ഈസ് ഈക്വൽ ടു A2 V2 എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ AV കോൺസ്റ്റന്റ് ആണെന്ന് നമുക്ക് പറഞ്ഞൂടെ? അപ്പൊ AV കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം എന്ന് പറയുന്നത് വെലോസിറ്റി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ആണ്. അതായത് നമ്മളിപ്പം ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ഓസിലൂടെ വെള്ളം നനച്ചിട്ടുണ്ടാവില്ലേ? നിങ്ങളെ പൂന്തോട്ടത്തിൽ വെള്ളം നനച്ചിട്ടുണ്ടാവില്ലേ? നനയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു ദൂരെയുള്ള ചെടിക്കാണ് നനയ്ക്കണത്, നിങ്ങൾ അടച്ചു പിടിക്കില്ലേ? അടച്ചു പിടിക്കുമ്പോൾ അതിന്റെ വെലോസിറ്റി കൂടിയിട്ട് അത് സ്പീഡിൽ വെള്ളം പോകുന്ന കണ്ടിട്ടില്ലേ? അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അതായത് അവിടെയുള്ള ഏരിയ, ചേർതല പരപ്പളവ് കുറയുന്നതിനനുസരിച്ച് അവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്ന സംഗതി കൂടുന്നതായിട്ട് നമുക്ക് കാണാം. അതായത് ഇടുങ്ങിയ ഭാഗങ്ങളിൽ ധാരാരേഖകൾ അടുത്ത് സ്ഥിതി ചെയ്യും. അതായത് സ്ട്രീം ലൈൻസ് അടുത്തായിരിക്കും. അത് അടുത്ത് സ്ഥിതി ചെയ്യുന്ന സമയത്ത് പ്രവേഗം വർദ്ധിക്കും. നേരെ തിരിച്ച് അങ്ങനെയായിരിക്കും. അതായത് ഇടുങ്ങിയതല്ലാത്ത കുറച്ചുകൂടെ വിസ്താരമുള്ള സ്ഥലത്ത് ധാരാരേഖകൾ അകലെയായിരിക്കും. അകലെ ആവുന്ന സമയത്ത് അവിടെ വെലോസിറ്റി കുറയും. അതായത് ഒരു പെർട്ടിക്കുലർ വെലോസിറ്റി വരെ ഈ സ്ഥിരത ഉണ്ടാവും. ഒരു പെർട്ടിക്കുലർ വെലോസിറ്റി എത്തുമ്പോൾ ഈ സ്ഥിരത നഷ്ടപ്പെടും. സ്ഥിരത നഷ്ടപ്പെട്ടിട്ട് അത് പ്രക്ഷുബ്ധ പ്രവാഹം അല്ലെങ്കിൽ ടർബുലന്റ് ഫ്ലോ ആയിട്ട് മാറും. ഈ നമ്മൾ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തൊക്കെ ഒരു ബ്ലോക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ധവള ജലപാത, ബ്ലോക്കിൽ പാറകളിൽ ഇടിച്ചിട്ട് ഒരു ധവള ജലപാത ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇത് ടർബുലന്റ് ഫ്ലോയ്ക്ക് എക്സാമ്പിൾ ആണ്. അത് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഓക്കെ, ഇനി ബെർണൗളീസ് പ്രിൻസിപ്പിൾ ആണ്. ബെർണൗളീസ് പ്രിൻസിപ്പിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അത് റിലൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു ചിത്രം വേണം. ഹൈറ്റ് ഡിഫറൻസ് ഉള്ള ഒരു പൈപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൽ പൈപ്പിന്റെ ആദ്യത്തെ സെക്ഷൻ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ആ ചെറിയ ഭാഗത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് എന്താണ്? A1 ആണ്. അവിടെ ഉണ്ടാകുന്ന പ്രഷർ എന്ന് പറയുന്നത് P1 ആണ്. അവിടുത്തെ വോളിയം എന്ന് പറയുന്നത് അവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് V1 ആണ്. അവിടുത്തെ ഹൈറ്റ് H1 ആണ്. അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ വലിയ ഭാഗത്തുള്ള ഇതെന്ന് പറയുന്നത് A2 P2 V2 അങ്ങനെയാണ്. ഹൈറ്റ് എന്ന് പറയുന്നത് H2 ആണ്. ഇനി നമ്മൾ അവിടെ ഒരു വർക്ക് കൊടുക്കുകയാണ്. വർക്ക് കൊടുക്കുമ്പം W1 എന്നുള്ള വർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ കൊടുക്കുന്നു, ഫസ്റ്റത്തെ ചെറിയ ഭാഗത്ത്. എന്നിട്ട് അത് ഇപ്പുറത്ത് എത്തുമ്പോഴത്തേക്ക് അത് W2 ആയിട്ട് മാറും. കാരണം കുറച്ച് വർക്ക് എന്തായിട്ട് മാറിയിട്ടുണ്ടാവും? എനർജി ആയിട്ട് മാറിയിട്ടുണ്ടാവും അല്ലെ? അപ്പൊ W1 ആണോ W2 ആണോ കൂടുതൽ W1 ആണ്. അപ്പൊ ഏതിൽ നിന്ന് ഏതാ കുറയ്ക്കേണ്ടത്? W1 എന്നാണ് W2 കുറയ്ക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്. പൊട്ടൻഷ്യൽ എനർജി അവിടെ ഹൈറ്റിൽ നിൽക്കുന്നതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, വെള്ളം അതിലൂടെ ഒഴുകുന്നുണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്. അപ്പൊ അവിടുത്തെ വർക്ക് ഡൺ, വേരിയേഷൻ ഇൻ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ കെയുടെയും ഡെൽറ്റ പിയുടെയും സമ്മാണ്. അതായത് കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സമ്മാണ്. അപ്പൊ അവിടെയുള്ള ഡെൽറ്റ W എന്ന് പറയുന്നത്, അതായത് വർക്ക് ഡൺ, വേരിയേഷൻ വർക്ക് ഡൺ എന്ന് പറയുന്നത് നമുക്ക് W1 മൈനസ് W2 എന്ന് എഴുതിക്കൂടെ? W1 മൈനസ് W2 എന്ന് എഴുതാൻ നമ്മൾ പറഞ്ഞില്ലേ? W1 മൈനസ് W2 ഈസ് ഈക്വൽ ടു K2 മൈനസ് K1 പ്ലസ് P2 മൈനസ് P1 തന്നെ എഴുതുക. കാരണം കൈനറ്റിക് എനർജി അവസാനമായിരിക്കും കൂടുതൽ, എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എനർജി കൂടുതലല്ലേ ചെയ്യുക. അപ്പൊ K2 മൈനസ് K1 പ്ലസ് P2 മൈനസ് P1 എഴുതാം. ഇനി നമുക്കറിയാം വർക്ക് ഡൺ നമ്മൾ നേരത്തെ വർക്ക് എനർജി ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ നമുക്ക് F ഡെൽറ്റ എക്സ് എന്ന് എഴുതാം അല്ലെ? എഫിന് നമ്മൾ എപ്പോഴും എന്ത് പറഞ്ഞിട്ടുണ്ട്? PA ഡെൽറ്റ എക്സ് എന്ന് എഴുതിക്കൊള്ളണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ PA ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ A ഡെൽറ്റ എക്സ് വോളിയാണെന്ന് നമ്മൾക്കറിയാം. അപ്പൊ ഫസ്റ്റത്തെ വർക്കിന് നമുക്ക് P1 V1 എന്നും W2ന് നമുക്ക് P2 V2 എന്നും എഴുതാം. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ ആയേ. ആദ്യത്തെ ഇക്വേഷൻ നമ്മളത് W1 മൈനസ് W2 ഈസ് ഈക്വൽ ടു Ke2 മൈനസ് Ke1 പ്ലസ് P2 മൈനസ് Pe1. രണ്ടാമത്തെ ഇക്വേഷൻ W1 ഈസ് ഈക്വൽ ടു P1 V1, W2 ഈസ് ഈക്വൽ ടു P2 V2. മൂന്നാമത്തെ ഇക്വേഷൻ. ഓക്കെ അല്ലേ? ഇനി കൈനറ്റിക് എനർജി നമുക്കറിയാം ഹാഫ് mv² ആണ്. കൈനറ്റിക് എനർജിനെ അതുകൊണ്ട് നമുക്ക് എമ്മിനെ മാറ്റി ഹാഫ് റോ വി ഇൻറ്റു V² എന്ന് എഴുതാം. അപ്പൊ കൈനറ്റിക് എനർജി 1 എന്ന് പറയുന്നത് ഹാഫ് റോ V1 സ്ക്വയർ. കൈനറ്റിക് എനർജി 2 എന്ന് പറയുന്നത് ഹാഫ് റോ V2 സ്ക്വയർ എന്ന് എഴുതാം. ഇനി പൊട്ടൻഷ്യൽ എനർജി നമുക്കറിയാം mgh ആണ്. അവിടെ എമ്മിനെ മാറ്റുക, റോ VGH എന്ന് എഴുതുക. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി 1 എന്ന് പറയുന്നത് റോ V1 GH1
പൊട്ടൻഷ്യൽ എനർജി 2 എന്ന് പറയുന്നത് റോ V2GH2. കാരണം ഡെൻസിറ്റി മാറുന്നില്ല, ഒരേ ദ്രാവകം തന്നെയാണ് അതിലൂടെ വരുന്നത്. നമ്മൾ കുറെ ഇക്വേഷൻസ് കിട്ടിയല്ലോ, കൈനറ്റിക് എനർജിന്റെ പൊട്ടൻഷ്യൽ എനർജിന്റെ, ഇതെല്ലാം കൂടെ ഒന്നാമത്തെ ഇക്വേഷനിൽ കൊടുക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? P1V1 മൈനസ് P2V2 ഈസ് ഈക്വൽ ടു ഹാഫ് റോ V2 സ്ക്വയർഡ് മൈനസ് ഹാഫ് റോ V1 സ്ക്വയർഡ് പ്ലസ് റോ V2GH2 പ്ലസ് റോ V1GH1. അതെന്താ നമുക്ക് കിട്ടാം? അതിനെ എല്ലാത്തിനെയും ഒരേപോലെയുള്ള സാധനങ്ങളിലൊക്കെ ഒരേ ഭാഗത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് P1V1 പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ പ്ലസ് റോ V1GH1 is equal to P2V2 പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ പ്ലസ് റോ V2GH2 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ V1 ഈസ് ഈക്വൽ ടു V2 ആണ്. അവിടെ എന്താണ്? വോളിയം സെയിം ആണ്, വോളിയത്തിൽ വ്യത്യാസം ഒന്നും വരുന്നില്ല, അതുകൊണ്ട് വോളിയം ടേമിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പൊ P1 പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ പ്ലസ് റോ GH1 ഈസ് ഈക്വൽ ടു P2 പ്ലസ് ഹാഫ് V2 സ്ക്വയർ പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ പ്ലസ് റോ GH2 എന്ന് കിട്ടും. അപ്പൊ അതായത് അതൊരു കോൺസ്റ്റന്റ് ആണെന്ന് നമുക്ക് പറഞ്ഞൂടെ? എന്ത് കോൺസ്റ്റന്റ് ആണ്? P1 പ്ലസ് റോ GH1 P പ്ലസ് ഹാഫ് റോ V സ്ക്വയർ പ്ലസ് റോ GH ഒരു സ്ഥിരസംഖ്യയാണ്. ഇതാണ് ബെർണൗളീസ് തിയറം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു ധാരാരേഖയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് മർദ്ദത്തിന്റെയും അതേപോലെ ഉള്ളളവിന്റെ ഗതികോർജത്തിന്റെയും യൂണിറ്റ് ഉള്ളളവിലെ സ്ഥിതികോർജത്തിന്റെയും ആകെ തുക എല്ലായ്പ്പോഴും സ്ഥിരമായിരിക്കും. അതാണ് ബെർണൗളീസ് തിയറം. അതായത് ഒരു ധാരാരേഖ സഞ്ചരിക്കുന്ന സമയത്ത് മർദ്ദത്തിന്റെയും യൂണിറ്റ് ഉള്ളളവിലെ ഗതികോർജത്തിന്റെയും യൂണിറ്റ് ഉള്ളളവിലെ സ്ഥിതികോർജത്തിന്റെയും ആകെ തുക എല്ലായ്പ്പോഴും സ്ഥിരമായിരിക്കും. ഓക്കെ അല്ലേ? എന്റെ സ്പെഷ്യൽ കേസ് അവിടെ പറയുന്നുണ്ട്. നിശ്ചലാവസ്ഥയിലായാലും, അതായത് വേഗത എല്ലായിടത്തും 0 ആയാലും വേഗത ഒഴിവാക്കാം. V ഒഴിവാക്കി കഴിഞ്ഞാൽ അവിടെ P1 പ്ലസ് റോ GH1 ഈസ് ഈക്വൽ ടു P2 റോ GH2 എന്നാവും. അത് P1 മൈനസ് P2 ഈസ് ഈക്വൽ ടു റോ GH. അത് നേരത്തെ കണ്ട സംഭവം തന്നെയാണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? ഇനി സ്പീഡ് ഓഫ് എഫ്ലക്സ്, ടോറിസെല്ലീസ് ലോ എന്ന് പറഞ്ഞ ഒരു സംഗതിയാണ്. എഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഒരു ദ്വാരത്തിലൂടെ വെള്ളം പോകുന്ന സ്ഥലത്തുള്ള വെലോസിറ്റി, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, സ്പീഡ് ഓഫ് എഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെയുള്ള ലിക്വിഡിന്റെ ഡെൻസിറ്റി നമ്മൾ റോ എന്ന് എടുക്കുന്നു. അവിടെയുള്ള ഹൈറ്റ്, ആ എഫ്ലക്സ് വരെയുള്ള ഹൈറ്റ് y1 എന്ന് എടുക്കുന്നു. നാരോ ഹോളിലൂടെ വെള്ളം പുറത്തേക്ക് പോകുന്ന വെലോസിറ്റിനെയാണ് നമ്മൾ സ്പീഡ് ഓഫ് എഫ്ലക്സ് എന്ന് പറയുന്നത്. ആ ഹോളിലൂടെ വെള്ളം പുറത്തോട്ട് പോകുന്ന വെലോസിറ്റിയാണ് എന്ത്? സ്പീഡ് ഓഫ് എഫ്ലക്സ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ബഹിർഗമന വേഗം കണ്ടുപിടിക്കാനാണ്, അതായത് ഓട്ടയിലൂടെ വെള്ളം പുറത്തോട്ട് പോകുന്ന വേഗം കണ്ടുപിടിക്കുക, അതാണ് ബഹിർഗമന വേഗം. അപ്പൊ അതിന് നമുക്ക് ബെർണൗളീസ് തിയറം വേണം. നമുക്ക് എന്ത് എഴുതാം? P1 പ്ലസ് ഹാഫ് റോ V1 പ്ലസ് റോ GH1 ഇസ് ഈക്വൽ ടു P2 പ്ലസ് ഹാഫ് റോ V2 പ്ലസ് റോ GH2 എന്ന് എഴുതാം. അതിനുശേഷം P1 എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് PA ആണ്, അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്. നമ്മൾ എടുക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് A1 ആണ്. A1 എന്ന് പറയുന്നത് ഏത് പോയിന്റ് ആണ്? എഫ്ലക്സിന്റെ അടുത്തുള്ള പോയിന്റ് ആണ്. അപ്പൊ അവിടെ ഉണ്ടാവുന്ന പ്രഷർ എന്തായിരിക്കും? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും. ഇനി വെലോസിറ്റി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് എഫ്ലക്സ് ആണ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി H1 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു Y1 ആണ്. ഓക്കെ. ഇനി P2 എന്ന് പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് മേലെയുള്ള A2 എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. ആ A2 എന്ന് പറയുന്നത് P2ലെ അവിടെയുള്ള പ്രഷർ എന്ന് പറയുന്നത് P ആണ്. V2 എന്ന് പറയുന്നത് വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ് അപ്രോക്സിമേറ്റ്ലി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ താഴോട്ട് വരുന്ന സമയത്ത് അതിന്റെ വെലോസിറ്റി നമുക്ക് കാണാനൊന്നും പറ്റില്ലല്ലോ. താഴെ ഒരു ഓട്ട ഉണ്ടെങ്കിൽ താഴോട്ട് പോകുന്ന വെലോസിറ്റി നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല, ഭയങ്കര നെഗ്ലിജിബിൾ ആണ്. അതുകൊണ്ട് ആ വെലോസിറ്റി നമ്മൾ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 എന്ന് എടുക്കും. V2 വെലോസിറ്റി 0 എന്ന് എടുക്കും. H2 എന്ന് പറയുന്നത് Y2 ആണ്, അവിടെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് Y2 ആണ്. ഇനി നമ്മൾ ബെർണൗളീസ് തിയറി എഴുതുക. PA പ്ലസ് ഹാഫ് റോ VE സ്ക്വയർ പ്ലസ് റോ G Y1 ഇസ് ഈക്വൽ ടു അവിടെയുള്ള P2 എന്ന് പറയുന്നത് P ആണ്, P പ്ലസ് റോ G Y2 എന്ന് എഴുതാം. കാരണം രണ്ടാമത്തെ ടേം ഹാഫ് റോ V2 അവിടെ 0 ആയി പോകും. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഹാഫ് റോ VE സ്ക്വയർ ഇസ് ഈക്വൽ ടു, V ആണ് കണ്ടുപിടിക്കേണ്ടത്, ബാക്കി എല്ലാത്തിനും അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പൊ P പ്ലസ് റോ G Y2 മൈനസ് PA മൈനസ് റോ G Y1. അപ്പൊ ഹാഫ് റോ VE സ്ക്വയർ ഇസ് ഈക്വൽ ടു P മൈനസ് PA പ്ലസ് റോ G ഇൻറ്റു Y2 മൈനസ് Y1. ഇനി VE സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 into P minus PA plus rho G into Y2 minus Y1 divided by rho. ഇതിൽ നമുക്ക് എന്ത് കിട്ടും?
V is equal to root 2 into P minus PA by rho plus 2GH. ഡെറിവേഷൻ പഠിക്കുക, ഇക്വേഷനും പഠിക്കുക. ഓക്കെ, ഡെറിവേഷൻ പഠിച്ചാൽ നിങ്ങൾക്ക് ഇക്വേഷൻ ഓർമ്മ ഉണ്ടാവും, അതുകൊണ്ടാണ് ഡെറിവേഷനും പഠിക്കാൻ വേണ്ടി പറയുന്നത്. ഓക്കെ, ഡെറിവേഷൻ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ കേട്ടോ. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ടാങ്ക് അന്തരീക്ഷത്തിലേക്ക് തുറന്നിരിക്കുന്നതാണെന്ന് വിചാരിക്കുക. ഈ വെലോസിറ്റി ഓഫ് ഫ്ലക്സ് കണ്ടുപിടിക്കേണ്ട ടാങ്ക് ഇവിടെ നമ്മൾ നേരത്തെ തന്ന ഒരു ടാങ്കിന്റെ ചിത്രം ഉണ്ട്, അത് അടഞ്ഞൊരു ടാങ്കാണ്. ഇനി തുറന്നിരിക്കുന്ന ഒരു ടാങ്ക് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള സന്ദർഭത്തില് പി എന്ന് പറയുന്ന അവിടെ എന്തായിരിക്കും, പി എ ആയിരിക്കും അല്ലെ. അവിടെയുള്ള പി എന്ന് പറയുന്നത് പി എ ആയിരിക്കും. അപ്പൊ 2 ഇൻറ്റു പി എ മൈനസ് പി എന്ന് പറയുമ്പോൾ ആ ടേമും 0 ആയി പോകും. അപ്പൊ അവിടെ ഉണ്ടാവുന്ന എന്തായിരിക്കും, 0 ഇൻറ്റു 0 പ്ലസ് 2GH ആയിരിക്കും. അപ്പം വെലോസിറ്റി ഓഫ് ഫ്ലക്സ് റൂട്ട് 2GH ആയിരിക്കും. ഈ റൂട്ട് 2GH എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് എ ഫ്രീലി ഫ്ലോളിംഗ് ബോഡിയാണ്. അപ്പോൾ ഓപ്പൺ ടാങ്കിൽ നിന്ന് പുറത്തോട്ടേക്ക് പോകുന്ന ബഹിർഗമന വേഗത എന്ന് പറയുന്നത് ഒരു നിർബാധം താഴോട്ട് പതിക്കുന്ന ഒരു വസ്തുവിന്റെ ബഹിർഗമന വേഗതയ്ക്ക് തുല്യമായിരിക്കും. നിർബാധം താഴോട്ട് പതിക്കുന്ന ഒരു വസ്തുവിന്റെ വേഗതയ്ക്ക് തുല്യമായിരിക്കും എന്നുള്ള കേസ് കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് വെഞ്ചുറിമീറ്റർ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ആണ്. വെഞ്ചുറിമീറ്റർ എന്ന് പറഞ്ഞ ഒരു ഉപകരണത്തിനെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് ബെർണോളിസ് പ്രിൻസിപ്പിൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ്. അപ്പോൾ ഇവിടെ കണ്ടോ, നമ്മൾ 1, 2 രണ്ട് പോയിന്റ് ഇല്ലേ, അവിടെ 1ലെ ഏരിയ എന്ന് പറയുന്നത് A1 ആണ്, 1ലെ വെലോസിറ്റി എന്ന് പറയുന്നത് V1 ആണ്, അവിടുത്തെ പ്രഷർ P1 ആണ്. ഓക്കെ, ഇനി 2 എന്ന് പറയുന്നത് ആ കൺസ്ട്രക്ഷൻ ഉള്ള പോയിന്റ് ആണ്, അത് A2 V2 ആണ്. അവിടെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് H ആണ്. അവിടെ ഒരു ഹൈറ്റ് വ്യത്യാസമുണ്ട്, അത് H ആണെന്ന് കൂടെ കൺസിഡർ ചെയ്യുക. ഇനി നമ്മൾ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് റോ ആണ് എന്നുള്ളത് കൂടെ എടുക്കുക. എന്നിട്ട് നമ്മൾ അവിടെ ബെർണോളിസ് തിയറം എടുക്കുന്നു. അപ്പോൾ ഹാഫ് P1 പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ പ്ലസ് റോ GH1 ഈസ് ഈക്വൽ ടു P2 പ്ലസ് ഹാഫ് റോ V2 പ്ലസ് റോ GH2 എന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ ഹൊറിസോണ്ടൽ പൈപ്പിൽ പൊട്ടൻഷ്യൽ എനർജി സെയിം ആയിരിക്കും അല്ലെ. പൊട്ടൻഷ്യൽ എനർജി സെയിം ആയതുകൊണ്ട് റോ GH ടേം എന്താവും, ക്യാൻസൽ ആവും. കാരണം നേരത്തെ നമ്മൾ ഹൈറ്റ് വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് ബെർണോളിസ് തിയറത്തിൽ H വ്യത്യാസം വരുന്നത്. അപ്പോൾ റോ GH ടേമിൽ H സെയിം ആണെങ്കിൽ H ആ ടേമേ ക്യാൻസൽ ആയി പോകും. അപ്പോൾ റോ GH ടേം ക്യാൻസൽ ആയി. പിന്നെ ഉള്ളത് എന്താണ്, P1 പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ ഈസ് ഈക്വൽ ടു P2 പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ ആണ്. ഓക്കെ അല്ലേ? ഇനി ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി നമ്മൾ നേരത്തെ കണ്ടു. A1 V1 ഈസ് ഈക്വൽ ടു A2 V2 ആണ്. അവിടെ നിന്ന് V2 നമുക്ക് A1 V1 ബൈ A2 എന്ന് എടുക്കാം. ഇനി P1 നേരത്തെ ഇക്വേഷനിൽ P1 മൈനസ് P2 എന്നുള്ളത് ഹാഫ് റോ ഇൻറ്റു V2 മൈനസ് V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ എന്ന് വരും. അപ്പൊ നമുക്ക് ഇതിനെ ഹാഫ് റോ ഇൻറ്റു A1 V1 ബൈ A2 ദ ഹോൾ സ്ക്വയർ മൈനസ് ഹാഫ് റോ ഇൻറ്റു V1 സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ ഹാഫ് റോ V1 സ്ക്വയറിനെ പുറത്തോട്ട് എടുത്താൽ P1 മൈനസ് P2 ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു റോ V1 സ്ക്വയർ ഇൻറ്റു A1 ബൈ A2 ദ ഹോൾ സ്ക്വയർ മൈനസ് 1 എന്ന് വരും. അതായത് V1 ഈസ് ഈക്വൽ ടു റൂട്ട് 2HG ബൈ റോ ഡിവൈഡഡ് ബൈ A1 ബൈ A2 ദ ഹോൾ സ്ക്വയർ മൈനസ് 1 വരും. റൂട്ട് 2HG എവിടെന്നാ വന്നത് നിങ്ങൾ ചോദിക്കും. P1 മൈനസ് P2 എന്ന് പറഞ്ഞാൽ എന്താണ്, H റോ G ആണ്. അതിനെ അങ്ങനെ എഴുതാം. ഈ ഇക്വേഷനിൽ H റോ G എന്ന് എഴുതാം. H റോ G ഈസ് ഈക്വൽ ടു ഹാഫ് റോ V1 ഇൻറ്റു A1 ബൈ A2 ദ ഹോൾ സ്ക്വയർ മൈനസ് 1 വരും. അപ്പോൾ V1 ഈസ് ഈക്വൽ ടു എന്താണ്, റൂട്ട് 2HG റോ M എന്ന് പറയുന്നത് ആ പോയിന്റിലുള്ള ഡെൻസിറ്റി ആണ്, ഡിവൈഡഡ് ബൈ റോ ഇൻറ്റു A1 ബൈ A2 ദ ഹോൾ സ്ക്വയർ മൈനസ് 1 എന്നുള്ള ഒരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, ഈ ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. ഓക്കെ അല്ലേ? എങ്ങനെയാ വന്നതെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഡെറിവേഷൻ ഞാൻ ഇട്ട് തരുന്നതായിരിക്കും, നിങ്ങൾ കമന്റ് ചെയ്യൂ കേട്ടോ. നിങ്ങൾ റെസ്പോൺസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഡെറിവേഷൻസ് ഒന്നും ഇപ്പം അങ്ങനെ ചെയ്യാത്തത്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ഇനി ഹേർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന സംഗതി, അത് നമ്മുടെ ബെർണോളിസ് പ്രിൻസിപ്പിൾ ആയിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഹാർട്ട് അറ്റാക്കിൽ ഇപ്പൊ നമുക്കറിയാം എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ
രക്തക്കുഴലുകളിൽ പ്ലേക്ക്, കൊഴുപ്പ് അടിഞ്ഞുകൂടി പ്ലേക്ക് ആയിട്ട് മാറും. പ്ലേക്ക് ആയിട്ട് മാറുന്ന സമയത്ത് അതൊരു നാരോ ട്യൂബായിട്ട് മാറും അല്ലെ. ആ സമയത്ത് നാരോ ആവുന്ന സ്ഥലത്ത് എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വെലോസിറ്റി കൂടുതലാണ്. അപ്പോൾ വെലോസിറ്റി കൂടുതലാവുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കും, പ്രഷർ കുറയും. പ്രഷർ കുറയല്ലോ. അപ്പൊ പ്രഷർ കുറയുന്ന സമയത്ത് എന്താണ് അവിടെ, ആ പോയിന്റിൽ പ്രഷർ കുറവാണ്. പ്രഷർ കുറയുന്ന സമയത്ത് പുറത്ത് പ്രഷർ കൂടുതലായിരിക്കും. അപ്പൊ കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് ബ്ലഡ് ഫ്ലോ ചെയ്യും. അപ്പം ശക്തിയിൽ ഫ്ലോ ചെയ്യുന്ന സമയത്ത് അവിടെ പൊട്ടലുകൾ ഉണ്ടാവും. അങ്ങനെയാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നത്. അതൊന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ അല്ലേ? ഇനി നമുക്കതിന്റെ എക്സാമ്പിൾ ആയിട്ട് പഠിക്കാനുള്ളത് ഡൈനാമിക് ലിഫ്റ്റ് എന്ന് പറഞ്ഞൊരു സംഗതിയാണ്. ഇവിടെ മാഗ്നസ് എഫക്റ്റിന്റെ ഒക്കെ ഒരു കാര്യം പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം ഒരു സാധാരണ ബോള് മൂവ് ചെയ്യുന്നത് സ്പിൻ ഇല്ലാത്ത ബോളിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ആദ്യത്തെ ചിത്രത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണ് സ്പിൻ ഇല്ലാത്ത സംഭവത്തിന്റെ മൂവ്മെന്റ്. അപ്പൊ സ്പിൻ ഇല്ലാത്ത സമയത്ത് വെലോസിറ്റി ഓഫ് വിൻഡും വെലോസിറ്റി ഓഫ് ബോളിന്റെ മൂവ്മെന്റും എന്തായിരിക്കും, സെയിം ഡയറക്ഷനിലായിരിക്കും അല്ലെ. സ്പിൻ ഇല്ലാത്ത സമയത്ത് വെലോസിറ്റി ഓഫ് ബോൾ എന്ന് പറയുന്നത് സ്പിൻ ഇല്ലാണ്ട് മൂവ് ചെയ്യുന്ന ബോളിനെ സംബന്ധിച്ചിടത്തോളം സെയിം ഡയറക്ഷനിലായിരിക്കും. വെലോസിറ്റി ഓഫ് വിൻഡും വെലോസിറ്റി ഓഫ് ബോളും സെയിം ഡയറക്ഷനിലായിരിക്കും. അപ്പൊ എന്തില്ല, അവിടെ ഒരു ഹൈറ്റ് വ്യത്യാസം വരുന്നില്ല. പക്ഷെ ഇവിടെ സ്പിന്നോട് കൂടി ബോൾ മൂവ് ചെയ്യുന്ന സമയത്ത് ബോളിന്റെ മേലെയും താഴെയും വെലോസിറ്റി വ്യത്യാസമുണ്ട്. അപ്പൊ താഴത്തെ ഡയറക്ഷനിലെ വിൻഡ് താഴത്തെ ബോളിന്റെ ഭാഗത്ത് താഴത്തെ സർഫസില് വെലോസിറ്റി ഓഫ് ബോളും വെലോസിറ്റി ഓഫ് വിൻഡും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാവുമ്പോൾ മേലെ സെയിം ഡയറക്ഷനിലും താഴെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഇപ്പൊ മേലത്തെ ബോളിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് വി വിൻഡ് പ്ലസ് വി ബോൾ ആണ്. താഴത്തെ വിൻഡിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് വി വിൻഡ് മൈനസ് വി ബോൾ ആണ്. അപ്പോൾ മേലെ എന്തായിരിക്കും, വെലോസിറ്റി കൂടുതലായിരിക്കും, താഴെ വെലോസിറ്റി കുറവായിരിക്കും. അപ്പൊ വെലോസിറ്റി കുറയുമ്പോൾ എന്ത് സംഭവിക്കും, വെലോസിറ്റി കുറയുമ്പം പ്രഷർ കൂടും. പ്രഷർ കൂടുമ്പം പ്രഷർ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് ബോൾ മൂവ് ചെയ്യും. അതുകൊണ്ട് താഴെ നിന്ന് മുകളിലേക്ക് ഒരു ചെറിയ ടിൽറ്റ് ഉണ്ടാവും. ഇതിനെയാണ് മാഗ്നസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇതേ കേസ് തന്നെയാണ് വിമാനങ്ങളുടെ എയറോഫോയിലും സംഭവിക്കുന്നത്. അതായത് അതിന്റെ ഷേപ്പ് കണ്ടാൽ നമുക്കറിയാം, ആ ഷേപ്പില് ചെറിയ ഭാഗത്ത്, ആ മേലെയുള്ള ഭാഗത്ത് കൂടുതൽ ദൂരം സഞ്ചരിക്കണം. അപ്പൊ കൂടുതൽ ദൂരം സഞ്ചരിക്കണം ഒരു കണികയ്ക്ക്, ഒരു വായു കണികയ്ക്ക് കൂടുതൽ ദൂരം സഞ്ചരിക്കണം. കൂടുതൽ ദൂരം സഞ്ചരിക്കണമെങ്കിൽ കൂടുതൽ വേഗത വേണം. അപ്പൊ വെലോസിറ്റി കൂടുതലായിരിക്കും. വെലോസിറ്റി കൂടുതൽ എന്ന് പറയുമ്പോൾ അവിടെ പ്രഷർ കുറവായിരിക്കും. ഇനി താഴെ കുറച്ച് ദൂരം സഞ്ചരിച്ചാൽ മതി, അപ്പൊ വെലോസിറ്റി കുറവായിരിക്കും, അപ്പൊ പ്രഷർ കൂടുതലായിരിക്കും. ആ പ്രഷർ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് ഒരു അപ്ത്രസ്റ്റ് ഉണ്ടാവും. അങ്ങനെയാണ് വിമാനത്തിന്റെ വിങ്സിന്റെ കാര്യമാണ് അവിടെ പറയുന്നത്, എയറോഫോയിലിന്റെ കേസ്, എയറോഫോയിൽ ഷേപ്പിന് കാരണം. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വിസ്കോസിറ്റി എന്ന് പറയുന്ന സംഗതിയാണ്. ഓക്കെ, വിസ്കോസിറ്റി അല്ലെങ്കിൽ അതെ, വിസ്കോസിറ്റിക്ക് മലയാളം ഇല്ല, വിസ്കോസിറ്റി തന്നെയാണ് പറയുന്നത്. ഓക്കെ, വിസ്കോസിറ്റി എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്? ഭൂരിഭാഗ ദ്രവങ്ങളും ഐഡിയൽ ഫ്ലൂയിഡ്സ് അല്ല, അതായത് ആദർശ ദ്രവങ്ങളല്ല. അവ ഒഴുക്കിനെ ചെറിയ തോതിൽ പ്രതിരോധിക്കുന്നുണ്ട്. ദ്രവചലനത്തിന്റെ ഈ പ്രതിരോധത്തെയാണ് ആന്തരിക ഘർഷണം പോലെയാണ് അനുഭവപ്പെടുന്നത്. ഇതിനെയാണ് നമ്മള് വിസ്കോസിറ്റി, ഈ ഘർഷണം പ്രതലത്തിൽ കൂടെ ചലിക്കുന്ന ഖരവസ്തുവിന് അനുഭവപ്പെടുന്ന ഘർഷണത്തിന് സമാനമാണ്. ഇതിനെ നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയും. അതായത് ഫ്ലൂയിഡ് ലെയേഴ്സിന്റെ ദ്രവത്തിന്റെ പാളികളുടെ ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന പ്രതിരോധം അല്ലെങ്കിൽ ഘർഷണ ബലത്തിനെയാണ് നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. വിസ്കോസിറ്റി എന്ന് പറയുന്ന സംഗതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കോയിഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ഗുണാങ്കം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. ഇവിടെ ഒരു ചിത്രമുണ്ട്. ഈ ചിത്രം നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഇത് രണ്ട് ഗ്ലാസ് പ്ലേറ്റിനിടയിൽ ഒരു ലിക്വിഡ്, ഒരു ഫ്ലൂയിഡ് നമ്മൾ നിറച്ചിരിക്കുകയാണ്. ഈ ആദ്യത്തെ ഗ്ലാസ് പ്ലേറ്റ് നമ്മൾ നീക്കുന്ന സമയത്ത് അതിന്റെ പരപ്പളവ് മാറുന്നുണ്ട് അല്ലെ, അതിനൊരു പരപ്പളവ് മാറുന്നുണ്ട്. അത് ഷിയറിംഗ് സ്ട്രെസ് പോലെയാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് പക്ഷെ ഫ്ലൂയിഡിന്റെ കേസിൽ, ലിക്വിഡിന്റെ നമ്മൾ സോളിഡിന്റെ കേസിൽ സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണെന്ന് പറഞ്ഞു. പക്ഷെ ഫ്ലൂയിഡിന്റെ കേസിൽ അങ്ങനെയല്ല. സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ അല്ല, പക്ഷെ സ്ട്രെയിനിന്റെ റേറ്റിനാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആവുന്നത്.
അതായത് യൂണിറ്റ് ടൈമിൽ ഉണ്ടാകുന്ന സ്ട്രെയിനാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആവുക. അപ്പൊ വിസ്കോസ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ റേറ്റ് എന്ന് പറയുന്ന സമയത്ത് അവിടെ നമുക്ക് സ്ട്രെസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് സ്ട്രെയിൻ റേറ്റ് എന്ന് എഴുതിക്കൂടെ? ആ കോൺസ്റ്റന്റ് ആണ് ഈറ്റ അല്ലെങ്കിൽ വിസ്കോസിറ്റി ഗുണാങ്കം എന്ന് പറയുന്നത്. അപ്പൊ സ്ട്രെസ് ബൈ സ്ട്രെയിൻ റേറ്റ് ഇസ് ഈക്വൽ ടു ഈറ്റ ആണ്. അപ്പൊ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എഫ് ബൈ എ ആണ്. സ്ട്രെയിൻ റേറ്റ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് ബൈ എൽ ഇൻറ്റു ഡെൽറ്റ ടി വരും. അപ്പൊ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി വി ആണ്. അപ്പൊ നമുക്ക് അതിനെ വി ബൈ എൽ എന്ന് എഴുതാം. അപ്പൊ ഈറ്റ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? എഫ് എൽ ബൈ എ വി എ എന്ന് എഴുതാൻ വേണ്ടി പറ്റും. എഫ് എൽ ബൈ വി എ എന്ന് എഴുതാൻ വേണ്ടി പറ്റും. അതിവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? എഫ് എൽ ബൈ വി എ, ഈറ്റ ഇസ് ഈക്വൽ ടു എഫ് എൽ ബൈ വി എ എന്നുള്ള ഇക്വേഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എഫ് എൽ ബൈ വി എ. ഓക്കെ അല്ലേ? അവിടെ അനുഭവപ്പെടുന്ന ഷിയറിംഗ് സ്ട്രെസ് പോലെയാണ്. അങ്ങനെയാണ് നമ്മൾ ഈറ്റാൻ എങ്ങനെ ഡിഫൈൻ ചെയ്യാം എന്നുള്ളതാണ് ആ ഒരു എക്സ്പെരിമെന്റ് വെച്ച് കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റോക്സ് ലോ എന്ന് പറഞ്ഞൊരു ലോ ആണ്. അതായത് ഒരു വസ്തു ഒരു ദ്രവത്തിലൂടെ താഴോട്ട് വീഴുകയാണ്. ഒരു ഫ്ലൂയിഡിലൂടെ ഒരു ഫ്ലൂയിഡാണ്, ഫ്ലൂയിഡ് വിസ്കസ് മാധ്യമത്തിലൂടെ താഴേക്ക് വീഴുമ്പോൾ ഒരു നമ്മളിപ്പോ ഒരു ബോൾ ആണെന്ന് വിചാരിക്കുക വീഴുന്നത്. അതായത് ഇവിടെ അതിന്റെ ഇക്വേഷൻ സ്റ്റോക്ക്, ഒരു വസ്തു ദ്രാവകത്തിൽ കൂടി താഴോട്ട് വീഴുമ്പോൾ അതുമായി സമ്പർക്കത്തിൽ ഇരിക്കുന്ന ദ്രാവക പാളിയെ ഒപ്പം വലിച്ചഴിക്കും. ദ്രാവത്തിന്റെ വ്യത്യസ്ത പാളികളിൽ ആപേക്ഷിക ചലനം ഉണ്ടാകും. അതിന്റെ ഫലമായി വസ്തുവിൽ ഒരു മന്ദീകരണം അനുഭവപ്പെടും. മഴത്തുള്ളികളുടെ പതനവും പെൻഡുലത്തിന്റെ ദോലനവും അത്തരം ചലനങ്ങൾക്ക് ഏതാനും പൊതുവായ ഉദാഹരണങ്ങളാണ്. വിസ്കസ് ബലം വസ്തുവിന്റെ പ്രവേഗത്തിന് ആനുപാതികമാണെന്നും ചലനത്തിന്റെ ദിശയ്ക്ക് എതിരാണെന്നും കാണുന്നു. വിസ്കസ് ബലം എഫ് ദ്രാവകത്തിന്റെ വിസ്കോസിറ്റി ഈറ്റയെയും ഗോളത്തിന്റെ ആരം എയെയും ആശ്രയിച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് സാർ ജോർജ് ജി സ്റ്റോക്സ് ആണ് ഈ വിസ്കസ് ഫോഴ്സിന് ഒരു സമവാക്യം രൂപീകരിച്ചിട്ടുള്ളത്. അവിടെ ഉണ്ടാവുന്ന വിസ്കസ് ഫോഴ്സിന്, താഴോട്ട് വീഴുന്ന ഒരു ഫ്ലൂയിഡ് ഒരു വിസ്കസ് മാധ്യമത്തിലൂടെ താഴോട്ട് വീഴുന്ന ഒരു സംഭവത്തിന്റെ അവിടെ ഉണ്ടാകുന്ന വിസ്കസ് ഫോഴ്സിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് സ്റ്റോക്സ് ആണ് കണ്ടുപിടിച്ചത്. ആ ലോ നമ്മൾ പഠിച്ചാൽ മതി. അതായത് ആ അവിടെയുള്ള വസ്തുവിന്റെ ആരം ആറാണെങ്കിൽ ആ ഇക്വേഷൻ വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത് 6 പൈ ഈറ്റ എ വി ആയിരിക്കും, ആരം എ ആണെങ്കിൽ. ഓക്കെ, അപ്പൊ ഈ വിസ്കസ് ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് പോയ്സൺലി ആണ്. അപ്പോൾ അതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ml⁻⁻1 T⁻⁻1 ആണ്. ഇനി ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. പക്ഷെ ഗ്യാസ് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യാണ്. കാരണം അതിന്റെ ഡിസോർഡർ കൂടുന്നതുകൊണ്ടാണ്. പിന്നെ താഴോട്ട് വീഴുന്ന ഒരു വസ്തുവിന്, അതായത് ഒരു ദ്രാവകത്തിനുള്ളിൽ, ഒരു ഫ്ലൂയിഡിനുള്ളിൽ ഇരിക്കുന്ന ഒരു വസ്തുവിന് ബോയന്റ് ഫോഴ്സ് ഉണ്ടാവും. ബോയന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ആദേശം ചെയ്ത ദ്രാവകത്തിന്റെ ബലത്തിന് ഈക്വൽ ആയിരിക്കും. അതായത് എഫ് ബി ഇസ് ഈക്വൽ ടു ഡബ്ല്യു എഫ് ആയിരിക്കും, വെയിറ്റിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എം ബി ജി, അതായത് വസ്തുവിന്റെ എം ബി ജി എന്ന് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങൾ നോക്കുക, ടെർമിനൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. ടെർമിനൽ വെലോസിറ്റി, റെയ്നോൾഡ്സ് നമ്പർ, അതുപോലെ ടെർമിനൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊരു ഇക്വേഷൻ പറയുന്നുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വസ്തു വിസ്കസ് മാധ്യമത്തിലൂടെ താഴോട്ട് വീഴുന്നു. അപ്പൊ ഇനിഷ്യലി അതിനുള്ളത് എന്താണ്? ഇനിഷ്യലി വീഴുന്ന സമയത്ത് അതിന്റെ എന്താണ് വെയിറ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ എന്താണ്? അവിടെയുള്ള വസ്തുവിന്റെ ബലം പ്ലസ് അവിടെയുള്ള വിസ്കസ് ഫോഴ്സ് അതിനേക്കാളും വലുതായിരിക്കും. പക്ഷെ ഒരു പോയിന്റ് എത്തുമ്പോൾ ഇതെന്താവും? ഈക്വൽ ആവും. അതായത് അപ്വേർഡ് ഫോഴ്സ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് ഫോഴ്സിന് ഈക്വൽ ആവും. അപ് ത്രസ്റ്റ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് ഫോഴ്സിന് ഈക്വൽ ആവും. അതായത് എഫ് ജി ഇസ് ഈക്വൽ ടു എഫ് വി പ്ലസ് എഫ് ബി ആയിരിക്കും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആകെ ബലം സ്ഥിരമായിരിക്കണം, നോ ആക്സിലറേഷൻ, നോ ഇതാണെങ്കിൽ. അപ്പൊ നമുക്ക് അവിടെ ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ എഫ് ജി എന്ന് പറയുന്നത് എന്താണ്? എഫ് ജി ഇസ് ഈക്വൽ ടു എം ബി ജി നമ്മൾ നേരത്തെ കണ്ടു. ഇനി ഇസ് ഈക്വൽ ടു 6 പൈ ഈറ്റ ആർ വി പ്ലസ് എം എഫ് ജി എന്ന് എഴുതാം. അപ്പൊ നമുക്ക് അതിന്റെ ഇക്വേഷൻ 6 പൈ ഈറ്റ ആർ വി പ്ലസ് എം
എഫ് ജി എന്നുള്ളതിനെ നമുക്ക് എമ്മിനെ മാറ്റിയിട്ട് സിഗ്മ വി ജി ആക്കാം. കാരണം അവിടെ ഫ്ലൂയിഡിന്റെ കേസ് നമ്മൾ സിഗ്മ എന്നാണ് എടുക്കുക, ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി. സിഗ്മ വി ജി ഈക്വൽ ടു റോ ഇൻറ്റു 4/3 പൈ ആർ ക്യൂബ് റോ. നമ്മൾ അവിടെ ഒരു സ്ഫിയർ ഷേപ്പ് ആണ് എടുത്തത്, അപ്പം റോ ഇൻറ്റു 4/3 പൈ ആർ ക്യൂബ് റോ എന്ന് എടുക്കുക. ഇനി ഒരേപോലെയുള്ള ടേംസിനെ ഒരേ സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ 6 π ഈറ്റ ആർ വി പ്ലസ് സിഗ്മ 4/3 പൈ ആർ ക്യൂബ് ജി ഇസ് ഈക്വൽ ടു റോ 4/3 പൈ ആർ ക്യൂബ് റോ ജി എന്ന് കിട്ടും. അപ്പൊ നമുക്ക് 6 π ഈറ്റ ആർ വി, അത് ആ വി എന്ന് പറയുന്നത് ടെർമിനൽ വെലോസിറ്റിന്റെ വി ആണ്, അപ്പൊ വി ടി എന്ന് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു 4/3 പൈ ആർ ക്യൂബ് ജി ഇസ് ഇൻറ്റു റോ മൈനസ് സിഗ്മ എന്ന് എഴുതും. അപ്പൊ നമുക്ക് 3 ഇൻറ്റു ഈറ്റ വി ടി വെട്ടി ശരിയാക്കുന്ന സമയത്ത് നമുക്ക് ആ ഇക്വേഷൻ എങ്ങനെ കിട്ടും എന്ന് പറഞ്ഞാൽ വി ടി ഇസ് ഈക്വൽ ടു, അതായത് ടെർമിനൽ വെലോസിറ്റി ഇസ് ഈക്വൽ ടു 2a² ജി ഇൻറ്റു, അതായത് 6, ഒന്നെങ്കിൽ 6 എന്ന് എടുക്കുക അല്ലെങ്കിൽ എന്ന് എടുക്കുക, 2a² ജി ഇൻറ്റു റോ മൈനസ് സിഗ്മ ബൈ 9 ഈറ്റ എന്ന് കിട്ടും. ഓക്കെ, ഇതിന് ഡെറിവേഷൻ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, കമന്റ് ചെയ്യുക. ഡെറിവേഷൻ ഞാൻ ഇതിലെ ഈ ചാപ്റ്ററിലെ ഡെറിവേഷൻസ് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മൾ കോൺസെപ്റ്റ് പറഞ്ഞു പോകാം. ഓക്കെ, ഇനി ആർ ഇ എന്ന് പറയുന്നത്, അതായത് റെയ്നോൾഡ്സ് നമ്പറിൽ ഒരു റേഷ്യോ ആണ് റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത്, ആർ ഇ. അതെന്ന് പറയുന്നത് അവിടെയുള്ള ഫ്ലൂയിഡിന്റെ ജഡത്വ ബലം ബൈ വിസ്കസ് ബലമാണ്. അതായത് ഒരു ഫ്ലൂയിഡിന്റെ പ്രവാഹം ധാരയായി തുടരുന്നതിന് ഉണ്ടാകേണ്ട പരമാവധി പ്രവേഗമാണ് ഈ റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത്. അത് കിട്ടാൻ വേണ്ടിയിട്ട് ജഡത്വ ബലത്തിനെ വിസ്കസ് ബലം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ അവിടെ ഉണ്ടാകുന്ന പ്രവേഗത്തിനെ നമ്മൾ ക്രിട്ടിക്കൽ പ്രവേഗം എന്നാണ് പറയുന്നത്. അവിടെ ഉണ്ടാകുന്ന, അതായത് നമ്മളെ കാറൊക്കെ രൂപകൽപ്പന ചെയ്യുന്ന സമയത്ത് ഈ ഒരു, അതായത് ഈ റേസിംഗ് കാർസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു കോൺസെപ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് ആ റെയ്നോൾഡ്സ് നമ്പറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് റോ വി ഡി ബൈ ഈറ്റ ആണ്. അതായത് റെയ്നോൾഡ്സ് നമ്പർ ലെസ് ദാൻ 1000 ആണെങ്കിൽ സ്ട്രീം ലൈൻ ആയിട്ട് പോവും, ഗ്രേറ്റർ ദാൻ 2000 ആണെങ്കിൽ ഫ്ലോ ടർബുലന്റ് ആയിരിക്കും. അപ്പൊ ഇതിന്റെ ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ റെയ്നോൾഡ്സ് നമ്പർ ആണ്. അതായത് റേസിംഗ് കാർസ് ഒക്കെ പോകുന്ന സമയത്ത് റോഡിലൂടെ വായുവിലൂടെ സ്മൂത്ത് ആയിട്ട് പോകണല്ലോ, അപ്പൊ റെയ്നോൾഡ്സ് നമ്പർ നോക്കിയിട്ടാണ് ഉണ്ടാക്കുക. ടർബുലന്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ അപകടങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ക്രിട്ടിക്കലിനെക്കാട്ടിലും ആ ക്രിട്ടിക്കൽ പ്രവേഗത്തിലായിരിക്കും എല്ലാ ഇതും ഡിസൈൻ ചെയ്യുക, പ്രവേഗം ഉണ്ടാക്കാൻ പാകത്തിന്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് സർഫസ് ടെൻഷൻ എന്നുള്ള കോൺസെപ്റ്റ് ആണ് പഠിക്കാനുള്ളത്. സർഫസ് ടെൻഷൻ അല്ലെങ്കിൽ പ്രതലബലം. യൂണിറ്റ് നീളത്തിലെ തൊടുവരയിലൂടെയുള്ള ബലമാണ് പ്രതലബലം. യൂണിറ്റ് നീളത്തിലെ ബലമാണ്. സമ്പർക്കമുഖത്തിലെ ഏതെങ്കിലും ഒരു ബിന്ദുവിൽ അതിരിൽ ഒരു സാങ്കല്പിക രേഖ വരച്ചാൽ തുല്യവും വിപരീതവുമായിട്ടുള്ള ആ രേഖയ്ക്ക് ഇരുവശവും ലംബമായി സമ്പർക്കമുഖത്തിന്റെ തലത്തിൽ പ്രവർത്തിക്കുന്ന ബലമാണ് പ്രതലബലം. ഇങ്ങനെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, മേലെ ഒരു വലിഞ്ഞു മുറിയ പാട പോലെ ആക്ട് ചെയ്യും നമ്മുടെ ഫ്ലൂയിഡിന്റെ പ്രതലം. അപ്പൊ അതിന് കാരണമായിട്ടുള്ള ബലമാണ് പ്രതലബലം എന്ന് ഓർത്താൽ മതി. അപ്പൊ പ്രതലബലത്തിന്റെ ഇക്വേഷൻ നമുക്ക് ഫോഴ്സ് ബൈ ലെങ്ത്, യൂണിറ്റ് ലെങ്ത്തിലായതുകൊണ്ട് ഫോഴ്സ് ബൈ ലെങ്ത് എന്നാണ്, അപ്പൊ ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. ഇനി സർഫസ് എനർജി എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. സർഫസ് എനർജി എന്ന് പറഞ്ഞ പ്രതല ഊർജമാണ്. പ്രതല ഊർജം എന്ന് പറയുന്നത് പ്രതലത്തിൽ കൂടുതലായിരിക്കും അല്ലെ. താഴെയുള്ള ഒരു ബിന്ദുവിനെ, ഉള്ളിലുള്ള ഒരു ഫ്ലൂയിഡിന്റെ ഉള്ളിലുള്ള ഒരു കണികേനെ എല്ലാ ഭാഗത്തു നിന്നും അട്രാക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പം താഴെയുള്ള ഒരു ബിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളിലുള്ള ഒരു ബിന്ദുവിന് ഊർജം കുറവായിരിക്കും. പക്ഷെ സർഫസിലുള്ള പ്രതലത്തിലുള്ള ഒരു കണികയ്ക്ക് പ്രതല ഊർജം കൂടുതലായിരിക്കും. അപ്പൊ പ്രതല ബലം എന്ന് പറഞ്ഞത് പ്രതല ഊർജം ബൈ ഏരിയ ആണ്. അപ്പൊ പ്രതല ഊർജത്തിനെ നമുക്ക് W എന്ന ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്താല് പ്രതല ബലം ഈസ് ഈക്വൽ ടു പ്രതല ഊർജം ബൈ ഏരിയ, അതായത് S ഈസ് ഈക്വൽ ടു W ബൈ A എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അതായത് ജൂൾ പെർ മീറ്റർ സ്ക്വയർ എന്നുള്ള ഒരു ഇക്വേഷൻ കൂടി പ്രതല ബലത്തിന്, അല്ല യൂണിറ്റ് കൂടി പ്രതല ബലത്തിന് ഉണ്ട്. 2 യൂണിറ്റ് ഉണ്ട് എന്നുള്ള കാര്യം ഓർത്താ മതി. ഈ പ്രതല ബലത്തിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് ദ്രാവകത്തിന്റെ പ്രതലം ഒരു ഇലാസ്തികമായിട്ടുള്ള പാട പോലെ പ്രവർത്തിക്കും. അത് കാരണമാണ് കിണറ്റിലൊക്കെ ചില പ്രാണികൾ ഇങ്ങനെ പൊങ്ങിക്കിടക്കില്ലേ, അങ്ങനെ തോന്നുന്ന നമുക്ക്, അങ്ങനെ തോന്നുന്നല്ല, അങ്ങനെ പൊങ്ങിക്കിടക്കാനുള്ള ഒരു ഇത് എന്ന് പറയുന്നത്. പിന്നെ വാട്ടർ ബബിളിന്റെ ഗോളാകൃതിക്ക് കാരണം, അതായത് സർഫസ് എനർജി കുറയ്ക്കാൻ ശ്രമിക്കും. സർഫസ് എനർജി, അതായത്
എപ്പോഴും ഒരു വാട്ടർ ഒരു ഫ്ലൂയിഡ് എപ്പോഴും അതിന്റെ സർഫസ് എനർജി കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കും. സർഫസ് എനർജി ഏറ്റവും കുറഞ്ഞിട്ടുള്ള രൂപം എന്ന് പറഞ്ഞാൽ ഗോളാകൃതിയാണ്. അപ്പം അതാണ് വാട്ടർ ബബിളിന്റെ ഗോളാകൃതിക്ക് കാരണം. പിന്നെ ദ്രവങ്ങൾ ഖരപ്രതലങ്ങളിൽ പറ്റി പിടിക്കാനുള്ള കാരണം സർഫസ് ടെൻഷൻ ആണ്, അതായത് പ്രതല ബലമാണ്. അതായത് ലിക്വിഡും സോളിഡും തമ്മിലുള്ള, ഇപ്പൊ ഒരു ഗ്ലാസിന്റെ മുകളിൽ വെള്ളമാണ് ഉള്ളതെങ്കിൽ അത് തമ്മിലുള്ള പ്രതല ബലം എന്ന് പറയുന്നത്, പ്രതലോർജം എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകുന്ന ഗ്ലാസും എയറും തമ്മിലുള്ള അതിനെക്കാട്ടിലും കുറവാണ്. അതുകൊണ്ടാണ് അവിടെ പറ്റിപ്പിടിക്കാൻ കാരണം. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് എക്സസ് പ്രഷർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ആണ്. ഒരു ലിക്വിഡ് ഡ്രോപ്പിനുള്ളിലുള്ള എക്സസ് പ്രഷറിന്റെ ഒരു കേസ് പഠിക്കാനുണ്ട്. അത് ഇവിടെയുള്ള ഈ 3 ചിത്രങ്ങളിലുള്ള കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, എക്സസ് പ്രഷറിന്റെ ഒരു ഇക്വേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു 2s/r എന്നുള്ളതാണ് ഒരു ലിക്വിഡ് ഡ്രോപ്പിനുള്ളിലെ എക്സസ് പ്രഷർ എന്ന് പറയുന്നത്. ഈ ലിക്വിഡ് ബബിൾ ആണെങ്കിൽ നമുക്കറിയാം അതിന് ലിക്വിഡ് ബബിളിന്റെ ഉള്ളില് എയർ ആയിരിക്കും, പുറത്തും എയർ ആയിരിക്കും. അപ്പൊ 2 സർഫസ് ഉണ്ടാവും. 2 ഫ്രീ സർഫസ് ഉള്ളത് കൊണ്ട് ഈ ലിക്വിഡ് ഡ്രോപ്പിനോട് 2 ഗുണിക്കുക. അപ്പൊ 2 ഫ്രീ സർഫസ് ഉള്ളതുകൊണ്ട് 2 ഇൻറ്റു ലിക്വിഡ് ഡ്രോപ്പ് ആയിരിക്കും. അപ്പൊ 4s/r എന്ന് കിട്ടും. ഇനി എയർ ബബിൾ ആണെങ്കിൽ നമുക്കറിയാം, എയർ ബബിൾ ആണെങ്കിൽ പുറത്ത് വെള്ളവും ഉള്ളിൽ എയറും ആയിരിക്കും. അപ്പോൾ ഒരു സർഫസേ ഉള്ളൂ. അപ്പൊ 2s/r തന്നെയായിരിക്കും, 2s/r തന്നെയായിരിക്കും. അപ്പൊ ലിക്വിഡ് ബബിളിന്റെ ആണെങ്കിൽ 2s/r, സോറി ലിക്വിഡ് ഡ്രോപ്പിന്റെ ആണെങ്കിൽ 2s/r, ലിക്വിഡ് ബബിളിന്റെ ആണെങ്കിൽ 4s/r, എയർ ബബിളിന്റെ ആണെങ്കിൽ 2s/r. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഇവിടെ തന്നിട്ടുണ്ട്, കാണാൻ വേണ്ടി പറ്റും. ഇവിടെ സർഫസ് എനർജി തീറ്റ എന്ന് പറയുന്നത്, ഓക്കെ നമുക്ക് വായിച്ചു നോക്കാം. ദ്രാവകം വായു, ഖരം വായു, ഖരം ദ്രാവകം എന്നീ 3 സമ്പർക്കമുഖങ്ങളിലെ ഇന്റർഫേസ് യഥാക്രമം SIA, ഇന്റർഫേഷ്യൽ ടെൻഷൻസ് യഥാക്രമം SIA, SA, SI എന്നിങ്ങനെ തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കാം, ഫസ്റ്റ് കേസിൽ മെർക്കുറി എടുക്കുന്ന സമയത്ത് മെർക്കുറി ഡ്രോപ്പ് ആയിട്ടാണുള്ളത് അല്ലെ. അപ്പൊ അവിടെ ഉള്ള ആംഗിൾ ഒബ്റ്റ്യൂസ് ആയിരിക്കും. അതേപോലെ വാട്ടർ എടുക്കുന്ന കേസിൽ അവിടെയുള്ള ആംഗിള് 90-നെക്കാട്ടിലും ചെറുതായിരിക്കും. അപ്പോ ന്യൂനകോൺ, അതായത് ബൃഹത് കോണും ന്യൂനകോണും അതാണ് HG, അതായത് ദ്രാവകത്തിലെ തന്മാത്രകൾ ഖരത്തിലെ തന്മാത്രകളുമായി ശക്തിയായി ആകർഷിക്കപ്പെടുകയാണെങ്കിൽ, ദ്രാവകത്തിലെ തന്മാത്രകൾ ഖരത്തിലെ തന്മാത്രകളുമായി ശക്തിയായി ആകർഷിക്കപ്പെടുകയാണെങ്കിൽ അത് S1-നെ കുറയ്ക്കുകയും തൽഫലമായി കോസ് തീറ്റ കൂടുകയോ തീറ്റ കുറയുകയോ ചെയ്യുന്നു. തീറ്റ കുറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റ ഒരു ന്യൂനകോണായിരിക്കും. അതായത് ആകർഷണം എന്ന് പറയുന്നത് അവിടെ ദ്രാവകത്തിലെ കണികകളും ഖരത്തിലെ തന്മാത്രകളുമായിട്ട് ആകർഷണം ഉണ്ടാകും. അപ്പോൾ അവിടെ തീറ്റ കുറവായിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. പക്ഷെ മെർക്കുറി എടുക്കുന്ന സമയത്ത് വികർഷണമായിരിക്കും ഉണ്ടാവുക, ആകർഷണം ഉണ്ടാവില്ല. അപ്പൊ അവിടെ അതെ, മെർക്കുറി എടുക്കുന്ന കേസിൽ ആ ആംഗിൾ എന്ന് പറയുന്നത് ആകർഷണം കുറവായിരിക്കും. അപ്പോൾ ആംഗിൾ ബൃഹത് കോണായിരിക്കും.
കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടി നമുക്ക് ഈ ഒരു ചിത്രം എടുക്കാം. ഇവിടെ വേറൊരു ചിത്രം കൂടെ ഉണ്ട്. വാട്ടർ വേറെ ചിത്രം ഇല്ല അല്ലെ? ഓക്കെ, ഇവിടെ ഇല്ല. അപ്പൊ നമുക്ക് ഈ ചിത്രം എടുക്കാം. വാട്ടറിന്റെ കേസിൽ പ്യുവർ വാട്ടർ ആണെങ്കിൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട് 0 ആയിരിക്കും. അപ്പൊ കോൺകേവ് മെനിസ്കസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഷർ എബവ് എന്ന് പറയുന്നത് പ്രഷർ ബിലോനെക്കാട്ടിലും കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് കോൺകേവ് മെനിസ്കസ് ഉണ്ടാവുന്നത്. അതായത് ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് വാട്ടറും ഗ്ലാസും തമ്മിൽ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നു. അതൊരു കോൺകേവ് ആയിരിക്കുന്ന ഒരു സർഫസ് ആയിരിക്കും ഉണ്ടാക്കുക. അപ്പോൾ കോൺകേവ് സർഫസിന്റെ മുകളിൽ അറ്റ്മോസ്ഫിയർ ആയിട്ട് വരുന്ന സ്ഥലത്തെ പ്രഷർ എന്ന് പറയുന്നത് താഴെയുള്ള വാട്ടറിന്റെ പ്രഷറിനെക്കാട്ടിലും കൂടുതലായിരിക്കും. അപ്പോൾ താഴെ നിന്നായിരിക്കും ആ പ്രഷർ അനുഭവപ്പെടാൻ, മുകളിൽ നിന്നായിരിക്കും ആ പ്രഷർ അനുഭവപ്പെടാൻ ചാൻസ് കൂടുതൽ. പ്രഷർ കൂടുന്ന സ്ഥലത്ത് നിന്ന് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. അപ്പൊ അവിടെ എപ്പോഴും ഒരു ചെറിയ കോണായിരിക്കും, ഒരു ന്യൂനകോണായിരിക്കും ഉണ്ടാകാൻ ചാൻസ് ഉണ്ടാവുക. ഇനി മെർക്കുറിയും അതേപോലെ വാട്ടറുമായിട്ട് വരുന്ന സർഫസിലാണെങ്കിൽ താഴെയുള്ള പ്രഷർ എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ഉണ്ടാവുക. അതായത് മെർക്കുറിക്ക് അകത്തെ പ്രഷർ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക, മേലെ പ്രഷർ കുറവായിരിക്കും. അപ്പോൾ താഴെ നിന്നായിരിക്കും ആ ഫോഴ്സിന്റെ അട്രാക്ഷൻ ഉണ്ടാവുക. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഒബ്റ്റ്യൂസ് ആയിരിക്കും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കേശിക ഉയർച്ച അല്ലെങ്കിൽ കാപ്പിലറി റൈസ് എന്ന് പറയുന്ന ഒരു ടേമാണ്. അതായത് വക്രമായിട്ടുള്ള ദ്രാവക വായു സമ്പർക്ക മുഖത്തിൽ മർദ്ദവ്യത്യാസത്തിന്റെ ഫലമായി ജലം ഇടുങ്ങിയ കുഴലിലൂടെ ഗുരുത്വാകർഷണത്തെ അതിജീവിച്ച് മുകളിലേക്ക് ഉയരുന്നതാണ് കേശിക ഉയർച്ച. താഴോട്ട് പോകുന്നതിന് പകരം ഗുരുത്വാകർഷണത്തെ അതിജീവിച്ച് മേലിലോട്ട് പോകുന്നൊരു പ്രോസസ്സ് ഉണ്ട്. അതിനെയാണ് നമ്മൾ കേശിക ഉയർച്ച എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മളൊരു ചിത്രം ഇവിടെ കാണുന്ന പോലെയുള്ള ഈ പിക്ചറാണ് നമ്മൾ കാപ്പിലറി റൈസിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ അവിടെ ആ ഒരു ട്യൂബിനുള്ളിലുള്ള സർഫസിനെയാണ് നമ്മൾ ബി എന്നുള്ള ചിത്രത്തിൽ വലുതാക്കി കാണിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ ഒരു സർക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യാം, നമ്മൾ അത് ഇമാജിൻ ചെയ്യാം. നമ്മളൊരു അവിടെ ഒരു സെമി സർക്കിൾ, ഒരു അർദ്ധവൃത്തം നമുക്ക് കാണാൻ വേണ്ടി പറ്റും, ഒരു 6 റേഡിയസ് ഒക്കെ ഉള്ള. അത് നമ്മളൊരു പൂർണ്ണവൃത്തമായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യാം. നമുക്കറിയാം ഡെൽറ്റ പി, ലിക്വിഡ് ഡ്രോപ്പിലെ ഡെൽറ്റ പി എന്ന് പറയുന്നത് 2s/r ആണ്. അല്ലെങ്കിൽ എയർ ബബിളിനകത്തെ എക്സസ് പ്രഷർ എന്ന് പറയുന്നത് 2s/r ആണ്. അതേപോലെ PA - P0 എന്ന് പറയുന്നത് ρgh ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഡെൽറ്റ PA - P0 ഇവിടെ നമ്മൾ ഈ അറ്റ്മോസ്ഫറിക് പ്രഷർ കാണുന്ന, അതായത് എ എന്ന് പറഞ്ഞ പോയിന്റിലെ പ്രഷർ അറ്റ്മോസ്ഫറിക് പ്രഷർ ആണ്. അത് നമ്മൾ PA എന്ന് എടുക്കുന്നു. ഇനി P0 എന്ന് പറയുന്ന കുഴലിനകത്തുള്ള പ്രഷറാണ്. അപ്പോൾ PA - P0 എന്ന് പറയുന്നത് ρgh ആണ് നമുക്കറിയാം. അതായത് മേലെ PA എന്ന് പറയുന്ന പ്രഷർ ഉണ്ട്, ബി എന്ന് പറയുന്ന P0 എന്ന് പറയുന്ന ഒരു പ്രഷർ കുഴലിനകത്തുണ്ട്. അപ്പൊ PA - P0 = ρgh, അല്ലെങ്കിൽ ഡെൽറ്റ P = ρgh നമുക്ക് കിട്ടും. ρgh നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ഡെൽറ്റ പി എന്ന് പറയുന്നത് 2s/r ആണ്, എക്സസ് പ്രഷർ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ρgh = 2s/r എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഇനി അതിൽ നിന്ന് h കണ്ടുപിടിക്കാൻ 2s/r × ρg കണ്ടുപിടിച്ചാൽ മതി. h കണ്ടുപിടിക്കാൻ 2s/r ρg കിട്ടിയാൽ മതി. ഇനി കോസ് തീറ്റ കണ്ടുപിടിക്കണം. കോസ് തീറ്റ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക, 6 ഹൈപ്പോട്ടന്യൂസ് ആയിട്ടുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ കോസ് തീറ്റ എന്ന് പറയുന്നത് a/r ആയിരിക്കും. അപ്പം r എന്ന് പറയുന്നത് a/cos തീറ്റ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ h എന്ന് പറയുന്നത് 2s/a/cos തീറ്റ ρg എന്ന് കിട്ടും. അതായത് h നെ നമുക്ക് 2s cos തീറ്റ a ρg എന്ന് എഴുതാം. 2s cos തീറ്റ a ρg ആണ് ഇവിടെ h എന്ന് പറയുന്നത്. ആ ഹൈറ്റ്, കാപ്പിലറി റൈസിന്റെ ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? ഇനി അത് വെച്ച് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. ഡിറ്റർജന്റുകളും സർഫസ് എനർജിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അതായത്
നമ്മളെ തുണികളിലും മറ്റും എണ്ണയും ഗ്രീസും ഒക്കെ ആവുന്ന സമയത്ത് വെള്ളത്തിന് മാത്രമായിട്ട് ആ ഗ്രീസിനെ ഇളക്കി കളയാനുള്ള ഒരു കഴിവില്ല. ഡിറ്റർജന്റ് ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഡിറ്റർജന്റിനൊരു ഹൈഡ്രോഫിലിക് ഹെഡ് ഉണ്ടാവും, അതേപോലെ ഒരു ഹൈഡ്രോഫോബിക് ടെയിൽ ഉണ്ടാവും. അതായത് ജലത്തിനോട് പ്രതിപത്തിയുള്ള ഒരു ഹെഡ് പോർഷനും ജലത്തിനോടല്ലാണ്ട് ഓയിലിനോട് പ്രതിപത്തിയുള്ള ഒരു ഹൈഡ്രോഫോബിക് പാർട്ടും ഉണ്ടാവും. ഈ ജലത്തിനോട് പ്രതിപത്തിയുള്ള ഹൈഡ്രോഫിലിക് പാർട്ട് ഈ ജലത്തിന്റെ മുകളിലുള്ള സർഫസ് ടെൻഷനെ റെഡ്യൂസ് ചെയ്യും. സർഫസ് ടെൻഷനെ റെഡ്യൂസ് ചെയ്തിട്ട് ആ ബോൺസ് ഒക്കെ ബ്രേക്ക് ചെയ്യും. അങ്ങനെ ബോൺസ് ബ്രേക്ക് ചെയ്യുമ്പം വാട്ടർ സ്പ്രെഡ് ഔട്ട് ആയിട്ട് ആ ഹൈഡ്രോഫോബിക് ടെയിലിന് ഈ വാട്ടറിനെയും കൂടി അട്രാക്ട് ചെയ്തിട്ട് ഗ്രീസിനെ ഗ്രാബ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. എണ്ണയോ ഗ്രീസോ എന്താണോ പറഞ്ഞത് അതിനെ ഗ്രാബ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതിന്റെ ഒരു ചിത്രമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കുക, ഒരു ഗ്ലാസ് ഉണ്ട്. ആ ഗ്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു ബീക്കറിൽ ജലമുണ്ട്. ജലത്തിലേക്ക് നമ്മൾ ഡിറ്റർജന്റ് ഇടുകയാണ്. സോപ്പ് തന്മാത്ര, സോപ്പ് പൊടിയോ എന്തെങ്കിലും ഒന്ന് ഇടുകയാണ്. അപ്പോൾ തുണിയുടെ മുകളിൽ ഗ്രീസ് ഉണ്ട് എന്ന് വിചാരിക്കുക. അതാണ് രണ്ടാമത്തെ ചിത്രത്തിലുള്ളത്. നമ്മൾ വെറും വെള്ളം ഒഴിക്കുമ്പോൾ ആ ഗ്രീസ് അല്ലെങ്കിൽ അഴുക്ക് ഇളകുന്നില്ല. പക്ഷെ നമ്മൾ ഡിറ്റർജന്റ് ചേർക്കുന്ന സമയത്ത് ആ ഡിറ്റർജന്റിന്റെ ഹെഡ് പോയിട്ട് എന്ത് ചെയ്യും? വെള്ളത്തിന്റെ മുകളിലോട്ട് ഇരിക്കും. അപ്പം അത് മിക്സ് ആയിട്ട് ജലത്തിനും അഴുക്കിനും ഇടയിലുള്ള ആ ഒരു ബോർഡറിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. അങ്ങനെ ഈ ഗ്രീസിന് ഈ ഹൈഡ്രോഫോബിക് ടെയിലും ജലത്തിന് ഹൈഡ്രോഫിലിക് ഹെഡും ലെയറും ഫോം ചെയ്യുന്ന തരത്തിൽ അവിടെ ഒരു ലെയർ ഫോം ചെയ്യും. അങ്ങനെ അവിടെ ഉണ്ടാകുന്ന അഴുക്ക് ഇളകിപ്പോകും. അതാണ് ഡിറ്റർജന്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രവർത്തനം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന ഭാഗത്ത് പഠിക്കാനുള്ളത്. അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്നാണ് വിശ്വസിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവേത് കമന്റ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഡെറിവേഷൻസ് അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യാം. കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ റെസ്പോൺസസ് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇതുവരെ നിങ്ങൾ അധികം റെസ്പോൺസസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഡെറിവേഷൻസ് ഒന്നും ഉൾപ്പെടുത്താതെ കോൺസെപ്റ്റ് മാത്രം പറഞ്ഞു പോയത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ ഡെറിവേഷൻസ് വേണമെന്നോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഇവർ നോട്ട്സ് വേണമെന്നുണ്ടെങ്കിലും കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് റിവിഷനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്നായി പഠിക്കാനുള്ള ആശംസകൾ നേരുന്നു. താങ്ക് യു.